ബഹുമാന്യരെ, നമ്മുടെ ഈ പരിപാടിയിൽ ചെറിയ ഒരു മാറ്റിത്തിരുത്തലുകൾ നടത്തുകയാണ്. ബഹുമാനപ്പെട്ട അബ്ദുള്ള സാഹിബിന് ചില ധൃതികളുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് പോകേണ്ടതുണ്ട്. അദ്ദേഹത്തോട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾക്ക് അവസരം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകരുത് എന്ന് കരുതിയിട്ട് ബഹുമാന്യനായ ഹൈദരലി വാഫിയുടെയും പിന്നെ നമ്മുടെ പാനൽ ഡിസ്കഷൻ ഉദ്ഘാടനം ചെയ്യുന്ന കോണമ്പള്ളി ഉസ്താദിന്റെയും സംസാരം ഒരൽപ്പം വൈകിച്ച് ഇപ്പോ ചോദ്യോത്തര വേളയാക്കി മാറ്റുകയാണ്. പ്രത്യേകിച്ച് അബ്ദുള്ള സാഹിബിനോട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് അവസരം കിട്ടുകയാണ്. അത് ആരംഭിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട ആളുകൾ അതിന് വേണ്ടത് ചെയ്യേണ്ടതാണ് എന്ന് ഉണർത്തുന്നു. ചോദ്യം അബ്ദുള്ള സാറിനോടാണ്. ബഹുസ്വരതയെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നെങ്കിൽ ആഫ്രിക്കയിലെയും യൂറോപ്പിലെയും എല്ലാം രാജ്യങ്ങളെ ഇസ്ലാം കീഴടക്കിയപ്പോൾ അവിടെ നിലവിലുണ്ടായിരുന്ന ഭരണകൂടങ്ങളെ പുറത്താക്കി ഇസ്ലാം നിലവിൽ വരുത്തിയത് ബഹുസ്വരതയെ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടിന് എതിരല്ലേ എന്നാണ് ചോദ്യം. ബഹുസ്വരത എന്ന് പറയുന്നത് ഒരു ഭരണകൂട സംവിധാനവുമായി ബന്ധപ്പെട്ട പ്രശ്നമേ അല്ല. ബഹുസ്വരത കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാളുടെ വിശ്വാസം, ആചാരം, സംസ്കാരം, അതുപോലെയുള്ളതായ അനുഷ്ഠാനം, ഇത്തരം കാര്യങ്ങളാണ്. അല്ലാതെ ഒരു ഭരണം മാറി മറ്റൊരു ഭരണം വരുമ്പോൾ അത് ബഹുസ്വരതയ്ക്കെതിരോ അനുകൂലമോ ആയിത്തീരുന്നില്ല. അടുത്ത ചോദ്യം വേഗം ചോദിക്കും. എന്നെ കൊടുക്കണ ചോദ്യാ ചോദിക്കേണ്ടി ഞാൻ ചോദിക്കും. അസ്സലാമു ചോദിക്കാറുള്ളത്, നമ്മുടെ ഈ മൾട്ടി കൾച്ചറലിസം, ബഹുസ്വരത എന്ന ഇസ്ലാമിക മാതൃകക്ക് ഒരർത്ഥത്തിൽ ഈ ഐസ് പോലെയുള്ള ഭീകരവാദ പ്രസ്ഥാനങ്ങൾ പ്രശ്നം സൃഷ്ടിക്കാൻ ഞാൻ മനസ്സിലാക്കുന്നത് സൂഫിസത്തിനെതിരായി പ്രവർത്തിച്ചുകൊണ്ടായിരിക്കും. കേരളത്തില് ഒരു ബഹുസ്വരമായ സംസ്കാരത്തിന് അടിത്തറയിട്ടത് സൂഫി വര്യന്മാരാണ്. ഈ കാഴ്ചപ്പാടിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ ഇല്ലേ? അല്ല, ഇവര് നമ്മൾ IS പറ്റി ദൗല ഇസ്ലാമിയെ സംബന്ധിച്ച് നമുക്ക് അറിയാവുന്നിടത്തോളം വിവരം വെച്ച് നോക്കുമ്പോൾ അത് തീവ്ര സലഫിസത്തിന്റെ സൃഷ്ടിയാണ്. സൂഫിസവുമായിട്ടല്ല അതിന് ബന്ധം. മുഹമ്മദ് അബ്ദുൽ വഹാബ് തുടങ്ങി വെച്ചു എന്ന അതിന് മറ്റു വശങ്ങളിലേക്കൊന്നും ഞാൻ പറയുന്നില്ല. ആ തുടങ്ങി വെച്ചതായ ഒരു പ്രസ്ഥാനം അദ്ദേഹം അവിടെ ചെയ്തത് സുബൈർ ബിൻ ഖത്താബ് എന്ന് പറയുന്ന ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരന്റെ ആ മക്ബറ അത് അദ്ദേഹം മറ്റുള്ളവർ മടിച്ചു നിന്നപ്പോൾ അദ്ദേഹം ഭയം പ്രയോഗിച്ചത്
പൊളിക്കുക എന്ന, തകർക്കുക എന്ന ഒന്ന് അവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെട്ടു. പിന്നീട് ആ ആശയം വളരെ വികസിച്ചു. പിന്നീട് സൗത്ത് ആഫ്രിക്കൻ പ്രദേശങ്ങളിലൊക്കെ എവിടെ സലഫികളുണ്ടോ അവരെ അത്തരത്തിൽ, ഇപ്പം ഈജിപ്തിലെ ഇഖ്വാനുൽ മുസ്ലിമീനും അൽ-ഷബാബ് എന്ന് പറയുന്നത് ആ യൂത്ത് അവരുടെ സംഘടന തമ്മിലുള്ള വിയോജിപ്പ് തന്നെ മുമ്പിൽ കാണുന്നതിന് തകർക്കണം എന്ന് സലഫികൾ പറയുമ്പോൾ അങ്ങനെ തകർക്കേണ്ട ആക്കം പോലെ തകർന്നോളൂ എന്നുള്ള ഒരു സങ്കല്പം ഞാൻ പറഞ്ഞ മനസ്സിലായിണ്ടാവില്ല. അപ്പൊ ആ ഒരു സമീപന രീതിന്റെ ഒരു എക്സ്ട്രീം ഗ്രൂപ്പായി കൊണ്ട് IS ഒന്നും അല്ലാതെ സൂഫിസവുമായി അതിന് നേട്ടുബന്ധമില്ല. സൂഫിസമായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവുമായിരുന്നില്ല എന്ന് പറയുന്നത് നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമിയെയും അതുപോലെയുള്ള ആൾക്കാരുമാണ്. നരേന്ദ്രമോദി എന്നെ അംഗീകരിച്ചു. ഇവിടെ നിന്നുള്ള ആളുകളടക്കം ചില മുസ്ലിം പണ്ഡിതന്മാർ പ്രധാനമന്ത്രിയെ ചെന്ന് കണ്ടപ്പോഴും പറഞ്ഞത് ഞങ്ങൾക്ക് സൂഫിസത്തിനെ ഇവിടെ ശക്തിപ്പെടുത്തണം, സൂഫിസം ഇവിടെ പരാജയപ്പെടുന്നു, ഇല്ലാതാകുന്നു എന്നതാണ് ഇവിടുത്തെ എല്ലാവിധ ഇസ്ലാമിക പ്രവർത്തനത്തിന്റെ തകർച്ചയ്ക്ക് കാരണം എന്ന ഒന്ന് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവും. അത്ര അൽ ആഖിലു യക്ഫീഹിൽ ഇഷാറ നിങ്ങൾക്കറിയാലോ. അൽ ആഖിലു യക്ഫീഹിൽ ഇഷാറ, ഞാൻ അത്ര പറഞ്ഞാൽ മതി, വാക്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ബഹുമാനീയനായ സാദിഖ് അലി ശിഹാബ് തങ്ങൾ കടന്നു വരുന്നുണ്ട്. അടുത്ത ചോദ്യങ്ങൾ നമുക്ക് അങ്ങോട്ട് ചോദിക്കാം. ഒരു ചോദ്യം ചോദിക്കാം. ഞാൻ പറയാം. ഇനി ചോദ്യമില്ലെങ്കിൽ ഞാൻ ഇരിക്കട്ടെ. മുർത്തദ്ദായ വ്യക്തിയെ കൊല്ലണമെന്നാണല്ലോ ഇസ്ലാം കൽപ്പിക്കുന്നത്. ഇതെങ്ങനെ ബഹുസ്വരതയിൽപ്പെടും? മുർത്തദ്ദിനെ കൊല്ലണമെന്ന കാര്യത്തിൽ ഏകാഭിപ്രായം ഇസ്ലാമിലില്ല. വലിയൊരു വിഭാഗം പണ്ഡിതന്മാർ അതുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ മറ്റൊരു വിഭാഗം മുർത്തദ്ദിനെ കൊല്ലണമെന്ന് സൂചിപ്പിക്കുന്നതായ ആയത്തില്ല എന്നും ഹദീസിൽ വന്നതായ അക്കാര്യം ആ രീതിയിലല്ല കാണേണ്ടത്. ഒരാൾ ഇസ്ലാമിക രാഷ്ട്രത്തിൽ നിന്ന് അതിൽ നിന്ന് വിരുദ്ധമായി രാജ്യദ്രോഹ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള സാധ്യത ഉണ്ടാകുമ്പോൾ അയാളെ കൊല്ലുക എന്നത് അത് മുസ്ലിങ്ങൾ മാത്രമല്ല ചൈനയിലും മറ്റുള്ള എല്ലാ ഒരു വ്യവസ്ഥാപിതമായ രാഷ്ട്രീയ ആദർശം മുറുകെ പിടിക്കുന്നതായ രാഷ്ട്രങ്ങൾ അത്തരത്തിലുള്ളതായ രാജ്യദ്രോഹികളെ കൊല്ലാറുണ്ട്. അതിന്റെ ഭാഗമായി കൊണ്ടാണ് മുർത്തദ്ദിനെ കൊല്ലുന്നത്. അല്ലാതെ സാധാരണ രീതിയിൽ ഒരാൾ മതം മാറി എന്നതുകൊണ്ട് ഇപ്പൊ ഇന്ത്യൻ സമൂഹത്തിൽ ഒരാൾ മതം മാറി അയാളെ കൊല്ലാൻ നമുക്ക് കഴിയില്ല, കൊന്നിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കൊല്ലും. അപ്പൊ അത് ഇത്തരം ഒരു ഭരണകൂട സംവിധാനത്തിന് വിരുദ്ധമായിക്കൊണ്ട് രാജ്യദ്രോഹിയായി മാറുന്ന ഒരാളെ കൊല്ലുക എന്നതാണ് പറയുന്നത്. പക്ഷേ സയ്യിദ് അബുൽ മൗദൂദിയെ പോലുള്ളവർ മുർത്തദിനെ കൊല്ലണം എന്ന അഭിപ്രായക്കാരാണ്. ഈ മുസ്ലിങ്ങള് പ്രവാചകര് വന്ന് ചിത്രം വരക്കുമ്പോഴേക്ക് ആകെ പ്രശ്നമാക്കും. പക്ഷെ അവരുടെ വിശ്വാസത്തിൽ ദൈവം എന്ന് കരുതുന്ന ഒരു പശുവിനെ നമ്മൾ കൊല ചെയ്യുമ്പോ മാനസികമായിട്ടൊരു വിഷമം, അത് കൊലപാതകത്തിലേക്ക് നയിക്കണോ വേണ്ട എന്നുള്ളതൊക്കെ ആണ്. പക്ഷെ മാനസികമായൊരു വിഷമം ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. അതിന് അവരുടെ ഭാഗത്തുനിന്ന് പ്രതികരണം ഉണ്ടാവുക എന്നത് സ്വാഭാവികമാണ്. ഇവിടെ ദാദ്രിയിൽ സംഭവിച്ചത് ഒരു പശുവിനെ ആരും കൊന്നത് കൊണ്ടുണ്ടായ പ്രശ്നമല്ല, കൊന്നിട്ടേയില്ല. അവിടെ സംഭവിച്ചത് പശുമാംസമുണ്ട് എന്ന ഒരു തെറ്റായ പ്രചരണത്തിനെ തുടർന്നാണ്. രണ്ട്, നമ്മൾ ഇപ്പോഴും നമ്മൾ കേരളത്തിലൊക്കെ നമ്മൾ പാലിക്കുന്നുണ്ട്. അവർ ബഹുമാനിക്കുന്ന ആരാധിക്കുന്നതായ ഒന്നിനെ നമ്മൾ ബഹുമാനിക്കുക, ആരാധിക്കല്ല, നമ്മൾ അതിനോട് ആദരവ് കാണിക്കുക. ഇത് ഇസ്ലാമിനുള്ളതാണ്. ആദർശബുല്ലതിനത്തോളം ബിന്ദുവിനില്ല. നിങ്ങൾ മറ്റുള്ളവർ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിന് നിങ്ങൾ ചീത്ത പറയാൻ പാടില്ല, ആരാമിനെ കൊല്ലാൻ ഏതായാലും പാടില്ല. അപ്പൊ അത് അവർ വളരെ ആദരിക്കുന്നതാണെങ്കിൽ നമ്മൾ അതിനെ മര്യാദയോടുകൂടി നമ്മളതിനെ ഉപദ്രവിക്കാതെ നമ്മൾ മാറി നടക്കുക. ആ കറി നമ്മൾ പാരണ്ടെന്ന് പറഞ്ഞാൽ നമ്മളത് പാരാൻ പോകണ്ട. അതാണ് ഇതിനെ പറ്റി പറയാനുള്ളത്.
സർ, പാൽമിറയിലെ സ്തൂപങ്ങൾ സംരക്ഷിക്കപ്പെട്ടപ്പോ കഅബക്കകത്ത് വിഗ്രഹങ്ങൾ എന്തുകൊണ്ടാണ് തച്ചുടച്ചത്? പാൽമേറയിലെ വിഗ്രഹങ്ങൾ സംരക്ഷിക്കുക എന്ന അർത്ഥത്തിലല്ല അതവിടെ നിലനിർത്തിയത്. അതൊരു സ്മാരക നിലക്കുക. അവിടെ കഅബയിൽ പിന്നീട് വിഗ്രഹാരാധന പാടില്ലാത്ത, അല്ലാതെ ആ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ആരും പിന്നീട് അവിടെ അവശേഷിക്കുകയുണ്ടായില്ല. അത് തൗഹീദിന് വേണ്ടി നിർമ്മിച്ചതായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞുകൊണ്ട് നിർമ്മിച്ചതാണ്. അത് കഅബ തൗഹീദിന് വേണ്ടിയുള്ളതാണ്. അപ്പൊ അവിടെ പിന്നീട് അതിന്റെ അർത്ഥമില്ലാത്ത ഒന്നിനാൾ സൂക്ഷിക്കാൻ പറ്റാത്തത് കൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ അത് തകർക്കുകയാണ് ചെയ്തത്. രണ്ട് വ്യത്യാസം. പൗരാണിക സ്തൂപങ്ങൾ സംരക്ഷിക്കുന്നത് അർത്ഥം നോക്കിയിട്ടല്ലല്ലോ, അതിന്റെ ഒരു പൗരാണികത പരിഗണിച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണല്ലോ അവിടുത്തെ ബാക്കി വെക്കുകയും ഇവിടുത്തെ വിഗ്രഹത്തിന് അത്ര വലിയ പൗരാണികത അവകാശപ്പെടാനില്ലാത്തത് കൊണ്ടാണ് അത് നശിപ്പിച്ചു കളഞ്ഞത്. അസ്സലാമു അലൈക്കും. പ്രവാചക അധ്യാപനത്തിൽ മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും, ആരെങ്കിലും ഒരു സമൂഹത്തോട് സദൃശ്യപ്പെട്ടാൽ അവൻ അവരിൽപ്പെട്ടവരാണ്. ഈ തശാബുഹ് സാംസ്കാരികപരമായിട്ടാണോ, സംസ്കാരങ്ങളുമായി ബന്ധപ്പെട്ടതാണോ, വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണോ? സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ എങ്ങനെ ഇസ്ലാം ബഹുസ്വരതയെ മാനിക്കുന്നു എന്ന് പറയാൻ കഴിയും? മൻ തശാബഹ ഖൗമൻ ഫഹുവ മിൻഹും എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ സാദൃശ്യമുണ്ടായോ, സെയ്ദിൻ അസദുൻ എന്ന് പറഞ്ഞാൽ സെയ്ദിന് വാലുണ്ട് എന്നതിനർത്ഥമല്ല. സെയ്ദിൻ അസദുൻ എന്ന് പറയുന്നതിന്റെ ഒരു ശബഫി ഷജാഅത്തി, ധീരതയുടെ കാര്യത്തിൽ സെയ്ദ് അസദിനെ മാതിരിയാണ്. ഏതെങ്കിലും ഒരു കാര്യത്തിൽ സാദൃശ്യമില്ലാത്ത ആരുടെ, ഞാൻ താടി വെച്ചില്ല, എന്റെ ദശാബ് വളരെ വ്യക്തമാണ്, മറ്റൊരു വെച്ചാണ്. പക്ഷെ ആ ഒന്നുകൊണ്ട് മാത്രം നിങ്ങൾ കാഫറായിത്തുള്ളില്ല, എനിക്ക് ഉറപ്പാ. ആ ഒന്ന് അതുകൊണ്ട് ദശാബുൻ ബിൽ ഖൗമി എന്ന് പറയുന്നത് എല്ലാം കൂടി കൂടിയത്. ഇപ്പൊ നമ്മൾ ഒരു സർദാജിന്റെ മാതിരി തലയെക്കെട്ട് വെട്ടുന്നു, താടി ഒന്നായിട്ട് നീട്ടുന്നു, കൃപ്പാണം ധരിക്കുന്നു, അങ്ങനെ ശരിക്കും ദശാബുൻ ബിൽ ഖൗമ. അതേ അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കണം, വടക്കേ ഈ പ്രദേശങ്ങളിലേക്ക് ഇസ്ലാം പരന്നൊലിക്കുന്ന സന്ദർഭത്തിൽ അവിടെയുള്ള ആൾക്കാർ നേരത്തെ തൊപ്പി ധരിക്കുന്നവരായിരുന്നു. അന്ന് ഇസ്ലാമിലേക്ക് വരുന്ന ആൾക്കാർ തൊപ്പി അയപ്പിച്ചൊക്കെയായിരുന്നു. കാരണം ദശാബ് ഉള്ളതുകൊണ്ട് തിരിച്ചറിയാതാവും. നേരെ ഇപ്പൊ നമ്മൾ നേപ്പാളിലെ ഭരണാധികാരികളുടെയൊക്കെ ഫോട്ടോ നിങ്ങൾ കാണാറില്ലേ? അവർ നല്ല തൊപ്പി വെച്ചുകൊണ്ടാ കണ്ടാ വിചാരിക്കും ശരിക്കും മുസ്ലിമാണ്. അല്ല. അപ്പൊ ഈ തെശാബു എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കാര്യത്തിലുണ്ടായ തെശാബു കൊണ്ട് ഒരാൾ മതം അല്ല ഒന്നിന്റെ ആളായി മാറുകയോ അതിന്റെ പെട്ടവനായി തീരുകയോ ചെയ്യൂല. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം എന്ന് പറയുന്നത് ഖുർആനിലുണ്ട്. അപ്പൊ അതിന് ഏത് രീതിയിലാണ് അർത്ഥം വെക്കുക? അത് ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അടുത്ത് സ്വീകാര്യയോഗ്യമായ മതം ഇസ്ലാം മാത്രമാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ലാ ഇക്റാഹ ഫിദ്ദീൻ, നിങ്ങൾ ആരെയും നിർബന്ധിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ ആക്കാൻ പാടില്ല. ലക്കും ദീനുക്കും വലിയ ദീൻ, എനിക്ക് എന്റെ മതം, നിങ്ങൾക്ക് നിങ്ങളുടെ മതം. അതിനർത്ഥം അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ അത് ഇസ്ലാമായിരിക്കണം. ഒമയ്യബ്തഗി ഗൈറൽ ഇസ്ലാമിന്റെ ഫലയും യുഖ്ബൽ മിൻഹു. ഞാൻ ഈ ലളിതായിട്ട് ചോദിക്കുന്നെങ്കിൽ വേഗം പറയും ചെയ്യാം. ഇതൊന്നും എന്റെ പ്രസംഗത്തിൽ വന്നല്ലോ കേട്ടോ, ഇതൊക്കെ എന്നോട് ചോദിക്കണം, നാളെ സ്ഥാനമാരോട് ചോദിച്ചാൽ മതി. കഴിഞ്ഞില്ലേ? എനിക്ക് അതിനായ ചോദ്യങ്ങളൊന്നുമില്ല. എന്റെ തന്നെ സ്ഥാനമൊക്കെ ഇവിടെ ഉണ്ടല്ലോ. ഇല്ലല്ലോ? ശരി, നോക്കട്ടോ. അസ്സലാമു അലൈക്കും. വേദിയിൽ അധ്യക്ഷഭാഷണം നിർവഹിക്കുന്നതിനു വേണ്ടി കേരള മുസ്ലിം ഉമ്മത്തിന്റെ ആശാകേന്ദ്രം പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലെ പൊന്നോമനപുത്രൻ പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ അവരുടെ സാദരം സവനീയം പ്രസംഗപീഠത്തിലേക്ക് ക്ഷണിക്കുന്നു.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള മുഖ്യ അതിഥിയായി ഇവിടെ എത്തിയ അതുപോലെ തന്നെ വേദിയുടെ ഉദ്ഘാടനം നിർവഹിച്ച മുഹമ്മദ് അഹമ്മദ്, മുഖ്യാതിഥി അബൂ ഹമ്മദ് ഫാരിസ് അൽ ഹിലാലി, ഇവിടെ പ്രഭാഷണം നിർവഹിച്ച പി കെ പോക്കർ സാഹിബ്, ഒ അബ്ദുള്ള സാഹിബ്, പ്രിയപ്പെട്ട പി എം സാദിഖ് അലി, ഹൈദരലി ഷിഹാബ് റാഫി, ഓണംപിള്ളി മുഹമ്മദ് ഫൈസി അവർ, അബ്ദുൽ വഹാബ്, ഹാഫിദ് ഇർഷാദ്, അബ്ദുസ്സലാം, ആദരണീയനായ ഹക്കീം ഫൈസി അവറുകളെ, ആദരണീയനായ എം കെ ഫൈസി അവറുകളെ, ആദരണീയനായ ആദർശേരി ഹംസകുട്ടി ഫൈസി അവറുകളെ, ഇസ്ലാർ അവറുകളെ, വേദിയിൽ ബഹിഷ്ഠരായിട്ടുള്ള മറ്റ് സമുന്നത പണ്ഡിത വര്യന്മാരെ, വിശിഷ്ടാതിഥികളെ, പ്രിയപ്പെട്ട കേരളത്തിലെ വാഫി സമൂഹത്തിന്റെ അഭിമാന പാത്രങ്ങളായ പ്രിയപ്പെട്ട എന്റെ സഹോദരങ്ങൾ, അന്തർദേശീയ സമ്മേളനത്തിന്റെ ഭാഗമായി വാഫിയ കലോത്സവം, അതിന്റെ കീഴിലുള്ള അന്തർദേശീയ സെമിനാറിന്റെ ഭാഗമായിട്ടുള്ള വളരെ പ്രസക്തമായ ഒരു സെഷനാണല്ലോ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ബഹുസ്വരതയും ലോക സമാധാനവും എന്ന വിഷയത്തെ ആസ്പദമാക്കിയിട്ടുള്ള പ്രഭാഷണം, അതുപോലെ തന്നെ അഭിപ്രായ പ്രകടനങ്ങളും സംവാദങ്ങളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. വളരെ വലിയ സന്തോഷമുണ്ട്. ഈ സദസ്സ് കേരളീയ സമൂഹത്തിലെ വിദ്യാഭ്യാസ നവോത്ഥാന മേഖലയിൽ ഉണർവും ആവേശവും പകരുന്ന ഒരു കാഴ്ചയാണ്. കേരളത്തിലെ വാഫി സമ്പ്രദായമനുസരിച്ചുള്ള കോഴ്സ്, ആ കോഴ്സുകളിൽ ആയിരക്കണക്കായ വിദ്യാർത്ഥികൾ അധ്യയനം നടത്തിക്കൊണ്ടിരിക്കുന്നു. വിദ്യാർത്ഥിനികളും അധ്യയനം നടത്തിക്കൊണ്ടിരിക്കുന്നു. രണ്ട് വിദ്യാഭ്യാസത്തെയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള കാലഘട്ടത്തിന്റെ ഏറ്റവും അനിവാര്യതയെ മുറുകെ പിടിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തിലൂടെ വ്യതിരിക്തമായ സാംസ്കാരിക മുന്നേറ്റം വിദ്യാർത്ഥികൾക്കിടയിലും യുവാക്കൾക്കിടയിലും സ്ഥാപിക്കുന്നതിന് വേണ്ടി ഇന്ന് വാഫി കോഴ്സ് അനുസരിച്ച് വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ആ തലമുറയിലൂടെ നമുക്ക് സാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഞാൻ വന്നുകൊണ്ടിരുന്നപ്പോ പ്രിയങ്കരനായ അബ്ദുള്ള സാഹിബും നിങ്ങളും തമ്മിലുള്ള ആ സംവാദം, ആരോഗ്യകരമായിട്ടുള്ള ആ സംവാദം, കാലിക പ്രസക്തമായിട്ടുള്ള വിഷയങ്ങൾ, അതിൽ നിങ്ങൾ ഉന്നയിച്ച ചോദ്യങ്ങൾ വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു. പുതിയ തലമുറ ഏത് രീതിയിൽ ചിന്തിക്കുന്നു എന്നുള്ളതിന്റെ ഉദാഹരണങ്ങളായി ആ ചോദ്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ടെക്നോളജി, വളരെ പ്രത്യേകിച്ച് ഇൻഫർമേഷൻ ടെക്നോളജി ലോകത്തിന്റെ ദൂരം കുറക്കുന്നു, അകലങ്ങൾ കുറക്കുന്നു. അതേസമയത്ത് ലോകത്തിന്റെ ഉൾക്കാഴ്ച വർദ്ധിപ്പിക്കുകയാണ്. ഓസ്ട്രേലിയയിലുള്ള ഒരു കുട്ടിയുടെ ഉൾക്കാഴ്ചയും ഇന്ത്യയിലുള്ള കുട്ടിയുടെ ഉൾക്കാഴ്ചയും ഷിക്കാഗോയിലുള്ള കുട്ടിയുടെ ഉൾക്കാഴ്ചയും ഇത് പരസ്പര ബന്ധിതമാകുന്നു എന്നുള്ളത് തന്നെയാണ് പുതിയ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു ഇന്ത്യൻ വിദ്യാർത്ഥിയുടെ ഉൾക്കാഴ്ച വ്യത്യസ്തമാണ്, ജപ്പാനീസ് വിദ്യാർത്ഥിയുടെ ഉൾക്കാഴ്ച വ്യത്യസ്തമാണ്, അമേരിക്കൻ വിദ്യാർത്ഥിയുടെ ഉൾക്കാഴ്ച വ്യത്യസ്തമാണ്. കാരണം അവർക്ക് പരസ്പരം ബന്ധപ്പെടുവാൻ സാധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ. എബ്രഹാം ലിങ്കൺ മരിച്ചത്
ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞിട്ടാണ് യൂറോപ്പിൽ അറിഞ്ഞത് എന്നാണ് പറയുന്നത്. അത്രമാത്രം കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അന്ന് ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് കമ്മ്യൂണിക്കേഷൻ അതിന്റെ അകലം കുറഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ബന്ധിതമായിരിക്കും, പരസ്പരം ബന്ധിതമായിരിക്കും. സെക്കൻഡുകൾക്കകം തന്നെ വിവരങ്ങൾ കൈമാറാനുള്ള സംവിധാനം അത് ലോകത്തെ എല്ലായിടത്തേക്കും, ഭൂമിയിലെ ഏത് കോണിലേക്കും നിമിഷം കൊണ്ട് നിമിഷങ്ങൾക്കകം, സെക്കൻഡുകൾക്കകം ബന്ധപ്പെടുവാൻ കഴിയുമ്പോൾ ഇവിടെ ഉൾക്കാഴ്ചയും ബന്ധിതമാവുകയാണ്. ആ പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം ഇൻഫർമേഷൻ ടെക്നോളജി ഇത്രയും നൽകിയിട്ടുള്ള, അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി നൽകിയിട്ടുള്ള ഏറ്റവും വലിയ നേട്ടം അതാണ്, ഈ ഉൾക്കാഴ്ചയിലുള്ള പരസ്പരം ഉള്ള ആ ബന്ധം. പക്ഷെ അത് രണ്ടു തരത്തിലും അത് ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒന്ന് ക്രിയേറ്റീവായിട്ടുള്ള മേഖലയിൽ, മറ്റൊന്ന് പിന്നെ സംഹാരാത്മകമായ ഡിസ്ട്രക്ഷൻ മേഖലയിൽ. അതായത് നന്മ പ്രചരിപ്പിക്കാൻ ഈ സംവിധാനം പ്രയോജനപ്പെടുത്താം, ക്രിയേറ്റീവായ മേഖലയിൽ ഈ സംവിധാനം പ്രയോജനപ്പെടുത്താം, അതുപോലെ തന്നെ സംഹാരാത്മകമായ മേഖലയിലും ഇത് പ്രയോജനപ്പെടുത്താം. അതിലേതാണ് മികച്ചു നിൽക്കുന്നത് അവിടേക്കാണ് ലോകം ചെരിഞ്ഞു പോകുക. ലോകത്തിന്റെ ചിന്തകൾ ചെരിഞ്ഞു പോകുന്നത് അങ്ങോട്ടാണ്. ഇപ്പൊ ലോകത്ത് ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നത് 500 മില്യൺ ആളുകളാണ്. വാട്സപ്പ് ഏതാണ്ട് അതിന് പകുതിയുണ്ട്. അത്ര തന്നെ മറ്റ് ട്വിറ്ററും ഉപയോഗിക്കുന്നു, ട്വീറ്റ് ചെയ്യുന്നു, ബ്ലോഗ് എഴുത്തുകാരുണ്ടാകുന്നു. ഇപ്പൊ ലോകത്ത് ഈ മൊബൈൽ ടെക്നോളജി ഇത്ര വികാസം പ്രാപിച്ചപ്പോൾ ലോക ജനസംഖ്യയോട് പൊരുതുന്നത് മൊബൈലാണെന്നാണ് പറയുന്നത്. 100 ആൾക്ക് 96 മൊബൈലുണ്ട്. അപ്പൊ ഏതാനും മാസങ്ങൾ കൂടി അല്ലെങ്കിൽ വർഷങ്ങൾ കൂടി കഴിഞ്ഞാൽ ലോക ജനസംഖ്യയേക്കാൾ കൂടുതൽ മൊബൈലായിരിക്കും ലോകത്തുണ്ടാവുക. അപ്പൊ ഇൻഫർമേഷൻ ടെക്നോളജി മൊബൈൽ ടെക്നോളജിയുമായി കൈകോർത്തപ്പോ അതിലൂടെ സാധ്യതമായ ബന്ധങ്ങൾ, ആ ബന്ധങ്ങളെ നമുക്ക് ക്രിയേറ്റീവായിട്ടുള്ള മേഖലകളിലാണ് നമുക്ക് വളർത്താൻ സാധിക്കേണ്ടത്. നമ്മുടെ വിദ്യാഭ്യാസം ആ ലക്ഷ്യത്തിലേക്ക് നമ്മെ കൊണ്ടുപോകേണ്ടതുണ്ട്. ടെക്നോളജിയെ എങ്ങനെ രൂപപ്പെടുത്താം, അല്ലെങ്കിൽ ടെക്നോളജിയെ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നത് തന്നെയായിരിക്കണം നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെയും നമ്മുടെ കൾച്ചറിന്റെയും അടിസ്ഥാനം. ടെക്നോളജിയെ മാറ്റി നിർത്തി ഇന്ന് ലോകത്തിന് മുന്നോട്ട് പോകുവാൻ സാധ്യമല്ല. ആ ടെക്നോളജിയെ എങ്ങനെ നമുക്ക് ക്രിയേറ്റീവായിട്ട് ഉപയോഗപ്പെടുത്താൻ കഴിയും, അതിന്റെ ഡിസ്ട്രക്റ്റീവ് വശങ്ങളെ എങ്ങനെ നമ്മളിൽ നിന്ന് നമുക്ക് നിരാകരിക്കുവാൻ കഴിയും എന്നുള്ള സന്ദേശമായിരിക്കണം പുതിയ കാലഘട്ടത്തിന്റെ വിദ്യാഭ്യാസ സന്ദേശം. ബഹുസ്വരത നിറഞ്ഞൊരു ലോകത്ത് ഏറ്റുമുട്ടലുകളിലേക്ക് നയിക്കുന്നതായിരിക്കരുത് നമ്മുടെ ചിന്തകൾ. ഇന്നത്തെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ലോകത്ത് ഏറ്റവും നടക്കുന്നത് ഏറ്റുമുട്ടലുകളാണ്. അതിന് പകരമായി സൗഹൃദത്തിന്റെയും കൂട്ടായ്മയുടെയും വല നെയ്യാനാണ് നമുക്ക് നെറ്റുകളെ ഉപയോഗപ്പെടുത്തേണ്ടത്. മനുഷ്യ സാഹോദര്യത്തെ ഉത്ബുദ്ധമാക്കുന്ന കാര്യങ്ങളിലൂടെ വേണം നമുക്ക് മുന്നോട്ട് പോകുവാൻ. ബഹുസ്വരത എന്നത് ഏറ്റുമുട്ടാനുള്ള ഒരു പശ്ചാത്തലമാക്കരുത്. അതിവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലക്കും ദീനുക്കും വലിയ ദീൻ, എനിക്ക് എന്റെ മതം, നിങ്ങൾക്ക് നിങ്ങളുടെ മതം എന്ന വിശുദ്ധ ഖുർആനിന്റെ ആ വലിയ പ്രഖ്യാപനം, ലാ ഇക്റാഹ ഫിദ്ദീൻ,
എന്നുള്ള ഏറ്റവും വലിയ പ്രഖ്യാപനം. ഇത് എല്ലാ മതങ്ങളുടെയും വ്യവസ്ഥിതികളുടെയും ഉപജ്ഞാതാക്കൾ ഓർക്കേണ്ട കാര്യമാണ്. ഞാനെവിടെയോ വായിച്ചിട്ടുണ്ട്, ഇപ്പൊ നേരത്തെ പശുവിന്റെ അറുക്കുന്ന കാര്യം ഇവിടെ പറഞ്ഞപ്പോൾ മുഗൾ രാജാക്കന്മാര് അതിനെ പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല എന്നുള്ളത്. പശുക്കളെ കശാപ്പ് ചെയ്യാൻ മുഗൾ രാജാക്കന്മാര് പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. കാരണം അതിനെ ഇവിടെ പറഞ്ഞ പോലെ തന്നെ അതിനെ ബഹുമാനിക്കുന്ന ആളുകൾ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ബഹുസ്വരത നിറഞ്ഞൊരു സമൂഹത്തില് അഭിപ്രായങ്ങളെ ബഹുമാനിക്കേണ്ടതിന്റെ, ചിന്താഗതികളെ ബഹുമാനിക്കേണ്ടതിന്റെ ഉദാഹരണങ്ങളായിട്ട് നമുക്കതിനെ ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ഹുമയൂൺ കബീർ അദ്ദേഹത്തിന്റെ മക്കളോട് പറഞ്ഞത് എന്താണ്? ഇന്ത്യ രാജ്യത്ത് ഇവിടുത്തെ ഭൂരിപക്ഷ സമൂഹത്തിന്റെ വികാരങ്ങളെ നമുക്ക് മാനിക്കേണ്ടതുണ്ട് എന്നാണ് ഹുമയൂൺ കബീർ അദ്ദേഹത്തിന്റെ അന്ത്യവചനങ്ങളിൽ സക്കറാത്തിന്റെ ആ സമയത്ത് മക്കളോട് ഉപദേശിച്ചതായിരുന്നു. അപ്പൊ അത്തരം വിശാല വീക്ഷണമുള്ള ഭരണാധികാരികൾ, അത്തരം ഭരണാധികാരികളെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അത്തരം ഭരണാധികാരികളുടെ തലമുറ ഇന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴത്തെ ഭരണാധികാരികൾ പറയുന്നത് നിങ്ങൾ ഭക്ഷണം കഴിക്കരുതെന്നാണ് പറയുന്നത്. ഒരു ഭരണാധികാരി പറയേണ്ടത് എന്താണ്? നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ കിട്ടുന്നുണ്ടോ എന്നാണ് ചോദിക്കേണ്ടത്. ഒരു ഭരണാധികാരി അന്വേഷിക്കേണ്ടതാണ്. അല്ലാതെ കിട്ടിയ ഭക്ഷണം നിങ്ങൾ കഴിക്കരുത്, ഇനി ഒരാൾ സൂക്ഷിച്ചു വെച്ച ഭക്ഷണം കവർന്നു കൊണ്ടുപോകരുത് എന്നാണ് ഭരണാധികാരികൾ പറയേണ്ടത്. ലോകത്ത് ഇത്ര കാലങ്ങളായി ഭക്ഷണങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നുണ്ടല്ലോ, അത് മനുഷ്യർക്ക് കഴിക്കാനുള്ളതാണ്. അതിനെ അപഹരിച്ചു കൊണ്ടുപോയി അത് സൂക്ഷിച്ചത് തെറ്റാണ്, കുറ്റകരമാണ് എന്ന് പറയുന്നത് നീതിന്യായ വ്യവസ്ഥിതിയുടെ ഒരു ഭാഗമായി മാറുമ്പോൾ അവിടെ ബഹുസ്വരതയുടെ സൗന്ദര്യം ഇല്ലാതാവുകയാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ സൗന്ദര്യം എന്നത് ഈ വ്യത്യസ്തതകളാണ്. വ്യത്യസ്തതകളിലും നമ്മൾ കാണിക്കുന്ന ഒരു ഐക്യത്തിന്റെ മുഖമുണ്ട്. അതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രത്യേകത. പക്ഷെ ആ ബഹുസ്വരതയെ നിരാകരിക്കുന്ന തരത്തില് കാര്യങ്ങൾ പോകുമ്പോൾ എല്ലാ കാര്യങ്ങളും കൈവിടും എന്ന് തന്നെയാണ് നമ്മൾ ഭയപ്പെടേണ്ടത്. സമാധാനം അതിനെ ഇല്ലാതാക്കാനല്ല ബഹുസ്വരതയെ പ്രയോജനപ്പെടുത്തേണ്ടത്. സമാധാനത്തെ സ്ഥാപിക്കാനുള്ളതായിരിക്കണം. ബഹുസ്വരതയിൽ സംസ്കാരങ്ങൾ വ്യത്യസ്തമാകും, ഭാഷകൾ വ്യത്യസ്തമാകും, ജീവിത രീതികൾ വ്യത്യസ്തമാകും. ആ വ്യത്യസ്തതകൾ തന്നെയാണ് സൗന്ദര്യം. വ്യത്യസ്തമായ ഭാഷകളിലൂടെ സമാധാനത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൽ വലിയ സൗന്ദര്യം, ഇവിടെ കേൾക്കാൻ തന്നെ ഒരു സുഖമുണ്ടാകും. പരസ്പരം മനസ്സിലാവുന്നില്ല എങ്കിലും അത് കേൾക്കാൻ തന്നെ ഒരു സുഖമുണ്ടാകും. സംസ്കാരങ്ങളുടെ വ്യത്യസ്തത കാണാൻ തന്നെ ഭംഗിയുണ്ടാകും. അതിനൊക്കെ നമുക്ക് ഉൾക്കൊള്ളുകയാണല്ലോ വേണ്ടത്. അതിനെ വെറുപ്പോടെ സമീപിക്കുകയല്ല വേണ്ടത്. ഭൂമിയിലെ എല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ് സൃഷ്ടിച്ചിട്ടുള്ളതെന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഭൂമിയിലെ സംസ്കാരങ്ങളും അതുപോലെ കാണണം. ഭൂമിയിലെ പൂക്കൾ, ഭൂമിയിലെ മരങ്ങൾ, വൃക്ഷങ്ങൾ, പക്ഷികൾ, സമുദ്രങ്ങൾ, സായാഹ്നങ്ങൾ, ചക്രവാളങ്ങൾ, അതിന്റെ സൗന്ദര്യങ്ങൾ, അതിന്റെ നിറപ്പകിട്ട് അല്ലെങ്കിൽ നിറച്ചാർത്ത്, അതിലൊക്കെ തന്നെ നമുക്ക് അനുഭൂതിയുണ്ട്. ആ അനുഭൂതികളാണല്ലോ ജീവിതത്തിന്റെ ഊഷരതകളിൽ നിന്ന് നമ്മെ തണുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്.
അപ്പൊ അതൊക്കെ തന്നെ ബഹുസ്വരതയാണ്, ഒരു തരത്തിലുള്ള ബഹുസ്വരതയാണ്. ആ ബഹുസ്വരതയിൽ നമ്മൾ ആഹ്ലാദം കണ്ടെത്തുന്നുണ്ട്, അനുഭൂതി കണ്ടെത്തുന്നുണ്ട്. എന്നതുപോലെ തന്നെ സാംസ്കാരികമായിട്ടുള്ള വിനിമയങ്ങളിലും നമുക്ക് അനുഭൂതി കണ്ടെത്തുവാൻ സാധിക്കണം. പക്ഷേ നമ്മൾ നിരാകരിച്ചുകൊണ്ട് വെറുപ്പോടെ അതിനെ സമീപിക്കേണ്ടതില്ല. മനുഷ്യൻ ജീവിക്കുന്നത് അവന്റെ ചുറ്റുപാടുകളുടെ കൂടിയൊരു സമന്വയത്തിലാണല്ലോ. ഒരു ചായ കുടിക്കണമെങ്കിൽ തന്നെ എത്രയോ പേരുടെ പ്രയത്നം അതിന്റെ പിന്നിലുണ്ടല്ലോ. ഒരു വീട് കെട്ടിമേയാൻ എത്രയോ പേരുടെ പിന്തുണ വേണം, അല്ലെങ്കിൽ എത്രയോ പേരുടെ സഹായം, അല്ലെങ്കിൽ അതിന്റെ അധ്വാനം അതിന്റെ പിന്നിലുണ്ടാകണം. അതൊന്നും ഒരാൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളല്ല. അപ്പൊ അതിനെ ചുറ്റുപാടുകളെ അംഗീകരിച്ചുകൊണ്ട്, ശത്രുതയെ നിരാകരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഇന്ത്യക്കാരായ നമുക്ക് അത് ലോകത്തോട് തുറന്നു പറയുന്നതിൽ ഏറെ അഭിമാനമുണ്ട്. കാരണം ഇന്ത്യ കാത്തു സൂക്ഷിച്ച ഉത്തമ മൂല്യങ്ങൾ അതാണ്. അതിലുപരിയായി ഇസ്ലാമിക മതവിശ്വാസികൾ എന്നുള്ള നിലക്ക് നമുക്കത് കൂടുതൽ ഊർജ്ജസ്വലതയോടെ ലോകത്തോട് പറയുവാനും സാധിക്കും. അള്ളാഹു വിചാരിച്ചിരുന്നെങ്കിൽ ലോകത്തെല്ലാവരെയും അവന്റെ വിശ്വാസികളാക്കാമായിരുന്നു, ഇസ്ലാമിന്റെ അനുയായികളാക്കാമായിരുന്നു. പക്ഷെ അള്ളാഹു അങ്ങനെ വിചാരിച്ചിട്ടില്ലല്ലോ. ഇവിടെ എല്ലാവരും എല്ലാ മതങ്ങളും ഇവിടെയുണ്ട്. എല്ലാ വ്യത്യസ്തങ്ങളായ വിശ്വാസങ്ങൾ ഇവിടെയുണ്ട്. ആ വിശ്വാസങ്ങളെ പരസ്പരം ബഹുമാനിക്കുകയാണ്. ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങൾ ആരാധിക്കണ്ട, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല എന്നൊക്കെ വളരെ ഋജുവായ ഭാഷയിൽ വിശുദ്ധ ഖുർആൻ ലോകത്തോട് സംവേദനം നിർവഹിക്കുമ്പോൾ അതിന്റെ ആരോഗ്യകരമായിട്ടുള്ള പശ്ചാത്തലം അത് ലോകത്ത് അവസാനിക്കുന്നില്ല. പക്ഷെ പലരും അതിനെ അവസാനിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോഴും വീണ്ടും നീർച്ചാലുകളിലൂടെ മനുഷ്യ ഹൃദയ ഭൂമികകളിലേക്ക് അതിനെ തിരിച്ചുവിടേണ്ടത് അത് വിശ്വാസികളുടെ കടമയാണ്. നമുക്കതാണ് ചെയ്യുവാനുള്ളത്. ആ നീർച്ചാലുകൾ സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ഉൾക്കൊള്ളലിന്റെയും ആയ ആ നീർച്ചാലുകൾ, അതിനെ നിലനിർത്താൻ ലോകത്ത് ഏറ്റവും അർഹതപ്പെട്ടവര് മുസ്ലിങ്ങൾ തന്നെയാണ്. ഈ സന്ദേശം, ഈ മഹനീയമായിട്ടുള്ള ഈ സമ്മേളനം, ആ സമ്മേളനത്തിൽ തീർച്ചയായും നമുക്ക് ആ ഒരു മുദ്രാവാക്യം അത് പ്രാവർത്തികമാക്കുവാനുള്ള പ്രതിജ്ഞയുമായി മുന്നോട്ട് പോകാം എന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ ചെറിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ അവസരം ലഭിച്ചതിന് എല്ലാവിധത്തിലുള്ള നന്ദിയും അർപ്പിച്ചുകൊണ്ട് ഞാൻ വിടവാങ്ങുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. യുവനിരയിലെ ശ്രദ്ധേയ സാന്നിധ്യം ഹൈദരലി ശിഹാബ് ബാഫി സദസ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു. സാദരം സവനയം പ്രസംഗപീഠത്തിലേക്ക് ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله نبينا محمد وعلى آله وصحبه الفائزين برضا الله أما بعد. വേദിയിലിരിക്കുന്ന ബഹുമാന്യരായ മഹത് വ്യക്തിത്വങ്ങളെ, ഉസ്താദുമാരെ, ആദരണീയരായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവർകളെ, അതുപോലെ സദസ്സിലിരിക്കുന്ന സഹപ്രവർത്തകരെ, ഈ വലിയ വിദ്യാഭ്യാസ സംരംഭത്തിന്റെ കീഴിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഈ സെമിനാർ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഇസ്ലാമിന്റെ ശാന്തിയും സമാധാനവും നേരുന്നു. അള്ളാഹു നമ്മളുടെ ഈ സംഗമം ദുനിയാവിൽ സമാധാനവും
ഖബറിൽ സ്വസ്ഥതയും ആഖിറത്തിൽ സ്വർഗവും നേടിത്തരുന്ന ഉത്തമമായ അമലായി നമ്മളിൽ ഇന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്യും. മൾട്ടികൾച്ചറലിസവും ആൻഡ് വേൾഡ് പീസ്, ലോക സമാധാനവും ബഹുസ്വരതയും എന്ന വിഷയത്തിലാണ് ഈ സെമിനാർ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്റെ മുമ്പേ സംസാരിച്ചു പോയ ഏറെക്കുറെ എല്ലാ ആളുകളും ബഹുസ്വരത ആവശ്യമാണ് എന്ന തരത്തിൽ തന്നെയാണ് ഈ വിഷയത്തെ സമീപിക്കുകയുണ്ടായത്. അതിന്റെ കാരണം നമ്മൾ സംസാരിക്കുന്നത് യാഥാർത്ഥ്യത്തിൽ ഊന്നി നിന്നുകൊണ്ടാണ് എന്നതാണ്. ബഹുസ്വരത ഒരു യാഥാർത്ഥ്യമാണ്, നിലനിൽക്കുന്ന സത്യം. ഇവിടെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും മതമുള്ളവനും മതമില്ലാത്തവനും അള്ളാഹുവിനെ അംഗീകരിക്കുന്നവനും അള്ളാഹു ഇല്ല എന്ന് തന്നെ പറയുന്നവനും ജീവിക്കുന്നുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അവരെല്ലാം കൂടെ ജീവിക്കുന്നത് കൊണ്ടാണ് ഇത് ഭൂമിയായി, പ്രപഞ്ചമായി, അതിന്റെ താളമായി മാറുന്നത്. ഒറ്റ മരം കാവാകാൻ ഒരു സാധ്യതയുമില്ല. ഒരു പൂവ് മാത്രമുണ്ടെങ്കിൽ അതിനെ നമ്മൾ പൂന്തോട്ടം എന്ന് വിളിക്കുകയുമില്ല. ഭൂമിയായി മാറുന്നത് ഈ പറയപ്പെട്ട മതങ്ങളും സംസ്കാരങ്ങളും ചിന്തകളും വേഷങ്ങളും ഭാഷകളും ഇസങ്ങളും യുക്തികളും യുക്തിരാഹിത്യങ്ങളും ഒക്കെ നിലനിൽക്കുമ്പോഴാണ്. പക്ഷേ ഇന്നത്തെ ലോകത്തിന്റെ ഒരു പ്രശ്നം, ഖലീൽ ജിബ്രാൻ തന്റെ ഒരു കഥയിൽ പറയുന്നത് പോലെ, ഒരിക്കൽ സത്യവും അസത്യവും ഒരുമിച്ച് ഒരു യാത്ര പോയത്രേ. ഇടക്ക് ക്ഷീണിച്ച് തളർന്നപ്പോൾ തൊട്ടു മുന്നിൽ കണ്ട നല്ലൊരു തടാകത്തിലിറങ്ങി സത്യവും അസത്യവും കുളിക്കാനിറങ്ങി കഴിഞ്ഞപ്പോൾ അസത്യം അതിന്റെ തനി സ്വഭാവം കാണിച്ചു. സത്യം കുളത്തിൽ മുങ്ങിക്കിടക്കവേ അസത്യം കുളത്തിൽ നിന്ന് പുറത്തേക്ക് കയറുകയും സത്യത്തിന്റെ കുപ്പായമണിഞ്ഞ് യാത്ര തുടരുകയും ചെയ്തു. പുറത്തേക്കിറങ്ങി കുളത്തിൽ നിന്ന് കരകയറി വന്നപ്പോൾ സത്യത്തിന് പിന്നീട് വസ്ത്രമൊന്നും ഉണ്ടായിരുന്നില്ല. വസ്ത്രമില്ലാത്തതുകൊണ്ട്, നഗ്നമായതുകൊണ്ട് സത്യം എപ്പോഴും മറഞ്ഞിരിക്കുന്നു. അസത്യമാവട്ടെ ലോകത്താകെ പരക്കുകയും ചെയ്യുന്നു എന്ന് ഖലീൽ ജിബ്രാൻ പറയുന്നുണ്ട്. ഇതാണിപ്പോൾ നടക്കുന്നത്. നമ്മൾ ആടിനെ പട്ടിയാക്കും, എന്നിട്ട് പേപ്പട്ടിയാക്കും, എന്നിട്ട് അതിനെ തല്ലിക്കൊല്ലുകയും ചെയ്യും. ആ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ബഹുസ്വരതയെ സമീപിക്കുമ്പോൾ വലിയ പ്രശ്നം തന്നെയാണ്. ബഹുസ്വരത വേണം എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ളത് പോലെ അതൊരു യാഥാർത്ഥ്യമാണ്. മതങ്ങൾ മുഴുവനും ബഹുസ്വരതയെ അംഗീകരിക്കുന്നുണ്ട്. സൂറത്ത് ഹുജറാത്തിന്റെ 13-ാമത്തെ ആയത്തിൽ കാണാം, യാ അയ്യുഹന്നാസു ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസാ വജഅൽനാകും ശുഊബൻ വഖബാഇല ലിതആറഫു. ആ തആറഫു എന്ന പദത്തിന് വലിയ അർത്ഥമുണ്ട്. പരസ്പരം തിരിച്ചറിയുക. ഉണ്ട്, മറ്റൊരുത്തൻ കൂടി ഇവിടെ ഉണ്ട്, മറ്റൊരാൾക്ക് കൂടി ജീവിക്കാൻ ഇവിടെ സ്പേസ് ഉണ്ട്. ഇവിടെ ഹിന്ദുവിന് ജീവിക്കണം, മുസ്ലിമിന് ജീവിക്കണം, ക്രിസ്ത്യാനിക്ക് ജീവിക്കണം എന്ന ആ തിരിച്ചറിവ്, അത് തന്നെയാണ് ലോകത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് ഇസ്ലാം പറയുന്നു. ഭഗവത്ഗീതയിൽ സന്യാസയോഗത്തിന്റെ 18-ാം ശ്ലോകം നമുക്കിങ്ങനെ വായിക്കാം, വിദ്യാവിനയ സമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി ശ്വിനി ചൈവ ശോഭാജകേ പണ്ഡിത സമദർശിന. അതിന്റെ അർത്ഥം ഇങ്ങനെയാണ്, വിദ്യ കൊണ്ടും വിനയം കൊണ്ടും സമ്പന്നനായ ബ്രാഹ്മണനെയും പശുവിനെയും ആനയെയും പട്ടിയെയും ചണ്ടാളിനെയും ഒരേ ഭാവത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നവരാണ് ജ്ഞാനികൾ എന്ന് കൃഷ്ണൻ അർജുനനെ ഉപദേശിക്കുന്നു. അർജുനൻ തിരിച്ചു ചോദിക്കുന്ന മറ്റൊരു ചോദ്യത്തിന് ഇതേ ഭഗവത്ഗീതയിലെ സന്യാസയോഗത്തിന്റെ 25-ാം ശ്ലോകത്തിൽ ഇതേ ആശയത്തെ മറ്റൊരർത്ഥത്തിൽ കൃഷ്ണൻ വീണ്ടും വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്, ലഭന്തേ ബ്രഹ്മനിർവാണം ഋഷയക്ഷീണ കൽമഷ ചിഹ്നദ്വൈതായഥാത്മന സർവഭൂത ഹിതോരഥ. എന്താ അർത്ഥമെന്നറിയുമോ? പാപഹീനരും രണ്ടെന്ന ഭാവമില്ലാത്തവരും മനസ്സിനെ കീഴടക്കിയവരും സർവ്വപ്രാണികളുടെയും നന്മയിൽ സന്തോഷിക്കുന്നവരുമായ ഋഷികൾ ബ്രഹ്മാനന്ദത്തെ പ്രാപിക്കുന്നു എന്നതാണ്. ബ്രഹ്മാനന്ദം എന്ന് പറയുന്നത് ഹൈന്ദവ സങ്കല്പത്തിന്റെ മൂർത്തഭാവമാണ്. അവർ തന്നെയും അവരുടെ വേദം തന്നെയും പറയുന്നത്, ഹൈന്ദവത പറയുന്നത്, ഇസ്ലാം പറയുന്നത്, ക്രൈസ്തവത പറയുന്നത് ബഹുസ്വരത ആവശ്യമാണെന്നതാണ്. നല്ല ശമരിയക്കാരന്റെ കഥ പറഞ്ഞുകൊണ്ടാണ് ബൈബിൾ ലോകത്തിന്റെ മനസ്സിലേക്ക് കടന്നു വന്നത്. അവിടെ നല്ല ക്രിസ്ത്യാനിയെ കുറിച്ചോ നല്ല ജൂതനെ കുറിച്ചോ അല്ല, ഇതിന്റെ രണ്ടിനെയും പുറത്തു നിൽക്കുന്ന ശമരിയക്കാരന്റെ കഥ പറഞ്ഞുകൊണ്ടാണ് ബൈബിൾ ലോകത്തോട് സംവദിച്ചത്. മതങ്ങൾ മുഴുവനും അഹിംസയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നു. സത്യത്തിന്റെ ഈ നഗ്നമാക്കപ്പെട്ട മറഞ്ഞു നിൽക്കുന്ന ബഹുസ്വരത എന്ന യാഥാർത്ഥ്യത്തിന് വേണ്ടി നിലനിൽക്കുന്നു എന്ന് നമ്മൾ ഒരിക്കലും മറന്നുകൂടാ. ഭക്ഷണങ്ങളെ മറന്നുകൊണ്ട്, ശീലങ്ങളെ മറന്നുകൊണ്ട്, ആഗ്രഹങ്ങളെ മറന്നുകൊണ്ട്, രുചിയെ മറന്നുകൊണ്ട് നമുക്കൊരിക്കൽ പോലും ജീവിക്കാൻ സാധിക്കുകയില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്ന് മാത്രമല്ല, ബഹുസ്വരത അംഗീകരിക്കപ്പെടണമെങ്കിൽ ഏകസ്വരത എതിർക്കപ്പെടുകയും വേണം. കാരണം അത് പ്രകൃതിയുടെ നീതിക്കും നൈതികതക്കും എതിരാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഭൂമിയിൽ വിതരണം ചെയ്തിട്ടുള്ള ഭക്ഷ്യ പദാർത്ഥങ്ങളൊക്കെ ഒരിടത്ത് മാത്രം കേന്ദ്രീകരിക്കപ്പെട്ടിരുന്നുവെങ്കിൽ, ആപ്പിള് ലോകത്തിന്റെ ഒരു സ്ഥലത്ത് മാത്രമേ
മാത്രമേ കിട്ടൂ എങ്കിൽ, നെല്ല് ഒരിടത്ത് മാത്രമേ വിളയൂ എങ്കിൽ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നതിന് വലിയ അർത്ഥമൊന്നും ഉണ്ടാവുകയില്ല, ഭൂമി വാസയോഗ്യമാവുകയില്ല. നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഒരു ചായ കുടിക്കാൻ ഒരുപാട് ആളുകളുടെ അധ്വാനത്തിന്റെ ബാക്കി ആണ് നമ്മൾ ചായ ആയിട്ട് കുടിക്കുന്നതെന്ന് തങ്ങളവരോട് സൂചിപ്പിച്ചതുപോലെ നമ്മൾ എല്ലാ കാര്യത്തിലും പരസ്പരം ഈ ആശ്രിതത്വം അംഗീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. നമ്മൾ ഏകസ്വരത വേണമെന്ന് വാദിക്കുമ്പോൾ, ബഹുസ്വരത ആവശ്യമില്ല എന്ന് പറയുമ്പോൾ, ഒറ്റ കണ്ണ് മതി എന്ന് പറയുമ്പോൾ, ഒരായുധം മതി എന്ന് പറയുമ്പോൾ, ഒരു മതം മതി എന്ന് പറയുമ്പോൾ തിരിച്ചു ചോദിക്കേണ്ട അനേകം ചോദ്യങ്ങളുണ്ട്. ഗുജറാത്ത് കലാപം നടക്കുന്ന സമയത്ത് കൈകൂപ്പിക്കൊണ്ട് തന്നെ കൊല്ലാൻ വരുന്നവന്റെ മുന്നിലേക്ക് ഞാൻ വിചാരിക്കുന്നില്ല ഹൈന്ദവ മതവിശ്വാസം മനസ്സിൽ സ്വീകരിച്ചിട്ടുള്ളവരായിരുന്നു അന്ന് കലാപത്തിന് മുന്നിട്ടിറങ്ങിയത് എന്ന്. രാഷ്ട്രീയത്തിന്റെ പേരിലായിരിക്കണം. കുത്തുബുദ്ദീൻ അൻസാരി ആ കൊലപാതകളുടെ മുന്നിൽ കൈകൂപ്പി നിന്ന ദൃശ്യം ലോകം മുഴുവൻ കാണുകയുണ്ടായി. ഇന്നിപ്പോ ദൃശ്യം മാറിമറിഞ്ഞു വരുമ്പോ നിഷ്കളങ്കനായ ഒരു കുട്ടി കടൽ തീരത്ത് വന്ന് മത്തിയും അയലയും അടിയുന്നത് പോലെ ഒരു കുട്ടിയുടെ ശവശരീരം അടിയുമ്പോ അത് ലോകത്തിന് കാണാവുന്ന ചിത്രം മാത്രമാണെന്ന് വായിക്കുന്നിടത്ത് ബഹുസ്വരത യഥാർത്ഥത്തിൽ ഹനിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പറയേണ്ടി വരുന്നത് മതവും പ്രസ്ഥാനങ്ങളും ചിന്തകളും ഒക്കെ ആശയം മാത്രമാണ്. എന്റെ മനസ്സിന്റെ ഉള്ളിലിരിക്കുന്ന ഒരാശയം അത് പ്രവൃത്തിയായി പുറത്തു വരാത്തിടത്തോളം കാലം നിങ്ങൾ ഉപദ്രവിക്കുന്നില്ല. പ്രവൃത്തിയായി പുറത്തു വരുമ്പോഴോ അത് നിങ്ങളുടെ മനസ്സിന് സമാധാനവും സ്വസ്ഥതയുമാണ് നൽകുന്നത് എങ്കിൽ അതെന്തിനാണ് നിങ്ങൾ എതിർക്കുന്നത് എന്നാണ് മനുഷ്യന്റെ പക്ഷത്ത് നിന്ന് ചോദിക്കാനുള്ളത്. കാരണം മനുഷ്യൻ എന്ന് പറയുന്നത് സൃഷ്ടിക്കപ്പെട്ട സ്വന്തമായി കാര്യങ്ങൾക്ക് ശേഷിയില്ലാത്ത ഒരു സോഫ്റ്റ്വെയർ മാത്രമാണ്. ആ സോഫ്റ്റ്വെയറിന്റെ ഉള്ളിൽ, ആ കമ്പ്യൂട്ടറിന്റെ ഉള്ളിൽ ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടുള്ള സോഫ്റ്റ്വെയറിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒന്നാണ് മനുഷ്യൻ. ആ സോഫ്റ്റ്വെയർ എങ്ങനെയാണ് മറ്റൊരു സോഫ്റ്റ്വെയറിനെ ഉപദ്രവിക്കുന്നതെന്ന് നമ്മൾ പരസ്പരം ചോദിക്കേണ്ടതുണ്ട്. ഇത്തരം സെമിനാറുകളുടെ ഉദ്ദേശം തന്നെ അതാണ്. ചോദിക്കുക, പറയുക, സംസാരിക്കുക, പങ്കുവെക്കുക. അങ്ങനെ സംഭവിക്കുമ്പോഴാണ് യാഥാർത്ഥ്യം ഉണ്ടായിരിക്കുക. ഇസ്ലാം തന്നെ ഇതിനെക്കുറിച്ച് പറയുന്നത് സൂറത്ത് അനാമിന്റെ 108-ാമത്തെ ആയത്തിൽ പറയുന്നത് കാണാം. വലാ തസബ്ബുല്ലദീന യദഊന മിൻ ദൂനില്ലാഹി ഫയസ്ബുല്ലാഹ അദ്വൻ ബിഗൈരി ഇൽമിൻ എന്ന് പറയുന്ന വലിയ ആയത്തിൽ ഖുർആൻ വിശദീകരിക്കുന്ന ഇതേ ആശയമാണ്. നിങ്ങൾ മറ്റൊരു മതസ്ഥനെ ചീത്ത പറയാൻ പോകേണ്ടതില്ല, അവന്റെ ആരാധനാ ബിംബങ്ങളെ ചീത്ത പറയാൻ പോകേണ്ടതില്ല, അവന്റെ ആശയത്തെ ചോദ്യം ചെയ്യാൻ പോകേണ്ടതില്ല. അവന്റെ ആശയത്തെ അംഗീകരിക്കുക, അതിവിടെ ഉണ്ട് എന്ന് അംഗീകരിക്കുക. നിങ്ങൾക്ക് പറയാനുള്ളത് പറയുക, സംവദിക്കുക, സംവേദനം നടത്തുക, കൊടുക്കുക, വാങ്ങുക. ഈ ആദാന പ്രദാനത്തിലാണ് ആശയങ്ങൾ നിലനിൽക്കേണ്ടത്. അല്ലാതെ കയ്യിന്റെ മുഷ്ടിയുടെ മസിലിലല്ല ആശയങ്ങളും മതങ്ങളും നിലനിൽക്കേണ്ടത്. അത് മനസ്സിനോട് സംവദിക്കുമ്പോൾ ഉണ്ടാകുന്ന അതിന്റെ ഭംഗിയിലാണ് മതങ്ങൾ നിലനിൽക്കേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാനുണ്ടാക്കുക ബഹുസ്വരത പിന്നീട് എന്തുകൊണ്ട് ഭീഷണിയാകുന്നു എന്നതാണ്. നേരത്തെ പറഞ്ഞതുപോലെ മതങ്ങൾ ബഹുസ്വരത എതിർക്കുന്നില്ല, ഇസങ്ങൾ എതിർക്കുന്നില്ല, കാഴ്ചപ്പാടുകൾ എതിർക്കുന്നില്ല. അപ്പോൾ പിന്നെ വ്യക്തി താല്പര്യങ്ങൾ, രാഷ്ട്രീയം, ഇതൊക്കെ തന്നെയാണ് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത്. രാഷ്ട്രീയത്തിന്റെ അതിപ്രസരം അധികാരത്തിന് വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് നേരത്തെ സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ളതുപോലെ ഏതെങ്കിലുമൊക്കെ ഒരു ഫിഗർ മുന്നിൽ നിർത്തി, ബാബരി മസ്ജിദ് ആയിരിക്കാം, അല്ലെങ്കിൽ വേൾഡ് ട്രേഡ് സെന്റർ ആയിരിക്കാം, ഒരുപക്ഷെ കഴബാലയം തന്നെ ആയിരിക്കാം, അതിനൊക്കെ മുൻനിർത്തിക്കൊണ്ട് നമ്മളിങ്ങനെ വാദിച്ചു പോവാൻ. ഇങ്ങനെ വാദിച്ചും തർക്കിച്ചും അധികാരത്തിന്റെ കസേരയിലേക്ക് നടന്നു കയറി അതിന്റെ മുകളിലെത്തി കഴിഞ്ഞാൽ പിന്നീട് ബാക്കിയുണ്ടാകുന്നത് എന്താണെന്ന് നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. മതത്തിന്റെ ദുശാഠ്യങ്ങൾ വ്യക്തിയുടെ ദുശാഠ്യങ്ങൾ എന്ന പേരിൽ വായിക്കപ്പെടാൻ പാടില്ല. മതത്തിന്റെ ശാഠ്യങ്ങൾ വ്യക്തിയുടെ മനസ്സിനോട് നടത്തുന്ന സംവേദനമാണ്. അതൊരിക്കലും മനുഷ്യർ തമ്മിലുള്ള സ്പർദ്ധയ്ക്ക് കാരണമായിക്കൂടാ. അപ്പൊ സ്വാഭാവികമായിട്ടും ആവിഷ്കാര സ്വാതന്ത്ര്യം ഉയർന്നു വരും. ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ചർച്ച നടക്കുന്നിടത്താണ് കേരളത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള പല പ്രശ്നങ്ങൾ. ഇവിടെ നമ്മുടെ പരിസരത്തുള്ള ചമ്രവട്ടം ക്ഷേത്രത്തിന് തീപിടിച്ച സമയത്ത് തിരുവനന്തപുരത്ത് വെച്ച് നമ്മുടെ നാട്ടിലെ അതിഹൈന്ദവ പ്രസ്ഥാനങ്ങൾ ഇവിടെ പത്രസമ്മേളനം നടത്തിയപ്പോ അതിന് മറുപടി പറയാൻ മലപ്പുറം ജില്ലയിലെ സാഹിത്യകാരൻ സി രാധാകൃഷ്ണനാണ് മുന്നോട്ട് വന്നത്. ആ ക്ഷേത്രത്തിന് തീ കൊളുത്തിയത് മുസ്ലിങ്ങളായിരുന്നില്ല, പകരം ആ ക്ഷേത്രത്തിന് തീ കൊളുത്തപ്പെട്ടപ്പോ അവിടെ ഓടി വരാൻ ഒരു അബ്ദുൽ ഖാദറും ഒരു ഇബ്രാഹിമുമാണ് ആദ്യം ഉണ്ടായെന്ന് വിളിച്ചു പറയാൻ സി രാധാകൃഷ്ണനെ പ്രേരിപ്പിച്ച ആ ചേതോവികാരമുണ്ടല്ലോ, ആ ബഹുസ്വരതയാണ് ഇന്നത്തെ സമൂഹത്തിന് ആവശ്യമുള്ളത്. നേരത്തെ അബ്ദുൽ സാഹിബിന് വഴിതെറ്റിപ്പോയ കഞ്ഞിപ്പുരയുണ്ടല്ലോ, ആ കഞ്ഞിപ്പുരയിൽ നിന്ന് ശബരിമലയിലേക്ക് പോകുന്ന അയ്യപ്പന്മാരുടെ വാഹനം അതിന്റെ സൈഡിലുള്ള മതിലിൽ ഇടിച്ച് കെട്ടിടത്തിൽ ഇടിച്ച് തകർത്തതിനെ തുടർന്ന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് ഇവിടെ മലപ്പുറം ജില്ലയിൽ മുസ്ലിങ്ങളുടെ ഭാഗത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാകുകയില്ല എന്ന് പറയാൻ കുറ്റിപ്പുറത്തെ മിനി പമ്പയിലെ ക്ഷേത്രത്തിലെ പൂജാരിക്ക് സാധിക്കുന്നത് ആ മിനി പമ്പയിൽ മുങ്ങി മരിക്കാൻ സാധ്യതയുള്ള അയ്യപ്പന്മാരെ സഹായിക്കാൻ മുന്നോട്ട് വരുന്നത് കരീമും റഹീമും മുജീബും സത്താറും ഗഫാറുമായതുകൊണ്ടാണ്. അതാണ് ലോകം മുന്നോട്ട് നമ്മളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന, ലോകം മുഴുവൻ നോക്കിക്കൊണ്ടിരിക്കുന്ന കേരള മോഡൽ എന്ന വിഷയത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു സങ്കല്പത്തിന്റെ മറ്റൊരു ചിത്രം. അതാണ് നമ്മൾ ലോകത്തോട് വിളിച്ചു പറയേണ്ടത്. അങ്ങനെയുള്ള ഉദാഹരണങ്ങൾ പത്രങ്ങളിലൂടെ ധാരാളം ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്.
പ്രകോപനങ്ങൾ, സമാധാനങ്ങൾ, അതൊക്കെയാണ് രാജ്യത്തെ നശിപ്പിക്കുക. ഭീകരത എന്ന പേരിൽ നമ്മൾ നടത്തുന്ന നിഴയുദ്ധങ്ങൾ, രാഷ്ട്രത്തിന് ഞാനും നിങ്ങളും അടക്കുന്ന നികുതി ഉപയോഗിച്ച് രാഷ്ട്രം നയിക്കുന്ന, ഭരണകൂടങ്ങൾ നയിക്കുന്ന ഭീകരതാ വിരുദ്ധ യുദ്ധങ്ങൾ, എവിടെയോ ആളില്ലാത്ത ബസ് കത്തിച്ചതിന്റെ പേരിൽ, ഈച്ചയെ കൊന്നതിന്റെ പേരിൽ, പശുവിനെ കൊന്നതിന്റെ പേരിൽ, അകലിയിൽ പേപ്പട്ടിയെ കൊന്നതിന്റെ പേരിൽ, എന്നിട്ട് ആളുകൾക്കെതിരെ യുദ്ധം നയിക്കുക, അതിന് ഏജൻസികൾ ഉണ്ടാക്കുക, കോടിക്കണക്കിന് ഫണ്ട് ചെലവഴിക്കുക. അവസാനം ഉണ്ടാകുന്നതോ കുഴപ്പങ്ങളൊന്നുമില്ലാതെ 10, 20, 23 വർഷം ജയിലിൽ കടന്നതിന് ശേഷം പുറത്തേക്ക് പോരേണ്ടി വരിക, അല്ലെങ്കിൽ അയാൾക്കെതിരെയുള്ള ഭരണഘടനാപരമായ അതിന്റെ ശിക്ഷ നടപ്പാക്കപ്പെടുക. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോൾ അസ്വാരസ്യങ്ങൾ കൂടിക്കൂടി വരികയാണ് ഉണ്ടാവുക. വെറുപ്പിന്റെ രാഷ്ട്രീയം കൊണ്ട്, ഭയപ്പെടുത്തലിന്റെ രാഷ്ട്രീയം കൊണ്ട്, എണ്ണത്തിന്റെ രാഷ്ട്രീയം കൊണ്ട് ഇവിടെ ആരും ഒന്നും നേടുന്നില്ല. ഇന്ത്യയിൽ ഇതിനു മുമ്പും മനുഷ്യരുടെ ജനസംഖ്യാപരമായ കണക്കെടുപ്പ് നടത്തിയിട്ടുണ്ട്. അവിടെ ഒരിക്കൽ പോലും നമ്മൾ ഏത് കാലത്ത് കണക്കെടുപ്പ് നടത്തിയാലും അതിൽ ഹിന്ദു എത്ര, മുസ്ലിം എത്ര, ക്രിസ്ത്യാനി എത്ര, കല്യാണം കഴിച്ചവൻ എത്ര, പശു ഉള്ളവൻ എത്ര, പോത്തുള്ളവൻ എത്ര എന്ന് കണക്കാക്കാൻ നമ്മുടെ പണ്ടത്തെ കാനേഷുമാരി കണക്കുകൾ മതി. ഒരു ഭരണകൂടവും ആ തരത്തിലുള്ള കണക്കെടുപ്പുകൾ നടത്തി പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ നിലവിൽ മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റ് തന്നെ ജാതിയുടെ പേരിലും മതത്തിന്റെ പേരിലും കണക്കെടുപ്പ് നടത്തി അത് പുറത്തുവിട്ട് സ്പർദ്ധകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ മനുഷ്യത്വത്തിന്റെ പക്ഷത്തു നിന്ന്, മതത്തിന്റെ പക്ഷത്തു നിന്നല്ല, മനുഷ്യന്റെ പക്ഷത്തു നിന്ന് സംസാരിക്കുവാൻ ഇവിടെ ഉയരത്തിൽ ശബ്ദങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. മനുഷ്യന്റെ പക്ഷത്ത് ചർച്ചകൾ നടക്കേണ്ടതുണ്ട്. മതങ്ങൾ അനുഗ്രഹങ്ങളാണെന്നതാണ് അതിന് കാരണം. സൂറത്ത് മാഇദയുടെ 48-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല ഇക്കാര്യം വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. നമ്മൾ ഓരോ ആളുകളും അവരവരുടെ ചിന്തയുമായി മുന്നോട്ട് പോവുക എന്ന കാഴ്ചപ്പാട് ഇസ്ലാം നിലനിർത്തുകയാണ്. അപ്പൊ പിന്നെ നിങ്ങൾ ചോദിക്കും, ഈ പറയുന്ന ഇസ്ലാം ഏതാണ് എന്ന്. ഞാൻ വിനയപുരസരം ഇവിടെ നടന്ന ചില ചർച്ചകളോട് വിയോജിക്കുകയാണ്. ഇവിടെ പറയപ്പെട്ട പല ചർച്ചകളും ഇസ്ലാമിന്റെ പാരമ്പര്യ ഇസ്ലാമിനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ളതാണ്. എന്നാല് പിന്നെ സൂറത്ത് ശൂറയുടെ 15-ാമത്തെ സൂക്തത്തിൽ ഇങ്ങനെ കാണാം, ലാ ഹുജ്ജത ബൈനനാ വ ബൈനക്കും, നിങ്ങൾക്കും നമ്മൾക്കുമിടയിൽ. ആ ഹുജ്ജത്ത് എന്ന പദത്തിന് മുഫസ്സിരിങ്ങൾ തർക്കങ്ങൾ എന്നാണ് അർത്ഥം വെച്ചിരിക്കുന്നത്. ഇവിടെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. അല്ലാഹു യജ്മഉ ബൈനന, ഖുർആൻ പറയുന്നുണ്ട്. മനുഷ്യരൊക്കെ നേരത്തെ പറയപ്പെട്ട പല ജാതി, പല മതമായി, പല വർഗമായി, പല ദേശമായി, പല ഗോത്രമായി പടക്കപ്പെട്ട ഈ മനുഷ്യ സമൂഹത്തെ മുഴുവനും അല്ലാഹു യജ്മഉ ബൈനന, അള്ളാഹു ഇവരൊക്കെ ഒരുമിച്ച് കൂട്ടും, അവന്റെ മുന്നിൽ ചെന്നു ചേരും എന്ന് വിശ്വസിക്കുന്ന പരമ്പരാഗത ഇസ്ലാം ഇവിടെ നിലനിന്ന കാലത്ത് ഇവിടെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇസ്ലാമിന്റെ പേരിൽ അന്ന് കുഴപ്പങ്ങൾ ഉണ്ടായില്ല. ഇസ്ലാമിന്റെ പേരിൽ കുഴപ്പങ്ങൾ ഉണ്ടായത് ഉൽപ്പത്തിഷ്ണുക്കൾ അവർ ഇസ്ലാമിനെ യഥാർത്ഥത്തിൽ പഠിക്കാതെ, അതിന്റെ പാരമ്പര്യം മനസ്സിലാകാതെ പുറത്തേക്ക് വന്നപ്പോഴാണ്. അതുകൊണ്ടാണ് ഉൽപ്പത്തിഷ്ണുക്കൾ നിലനിൽക്കുന്നിടത്ത് ഇസ്ലാം തന്നെ ഭീഷണിയിലാകുന്നത്, ഇസ്ലാമിന്റെ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സലഫിസം ആവാം, ജമാഅത്തെ ഇസ്ലാമി ആവാം, ആ തരത്തിൽ വളരെ ആഴത്തിൽ പടർന്ന് പന്തലിച്ചുള്ള ചിന്തകളാകാം. അത് ഇസ്ലാമിന്റെ തനതായ ഇസ്ലാമിന് എതിരാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇസ്ലാമിന് ഒരു മൂക്കോ ഒരു കണ്ണോ മാത്രമല്ല, അതിന് രാഷ്ട്രീയ വശം മാത്രമല്ല, അതിന് വലിയ ആത്മിക വശമുണ്ട്, അതിന് വലിയ ചിന്തയുണ്ട്, അതിനൊരു ചേതനയുണ്ട്. അത് ജീവനുള്ള ഒരു മതസമൂഹത്തിന്റെ വികാരമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതിനെ കേവലം രാഷ്ട്രീയമായോ അല്ലെങ്കിൽ പിന്നെ ഭൗതികമായോ മാത്രം വ്യാഖ്യാനിച്ച് കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഇസ്ലാം തെറ്റിദ്ധരിക്കപ്പെട്ടത്. ഏതുവരെ ഈ അഹമ്മദ് സാഹിബിനെ ബിജെപി ഗവൺമെന്റ് ഭരിക്കുമ്പോൾ അറബ് രാഷ്ട്രത്തോട് പ്രസംഗിക്കാൻ വേണ്ടി പറഞ്ഞേക്കാൻ വാജ്പേയി ഗവൺമെന്റിന് മടിയുണ്ടായിട്ടില്ല എങ്കിൽ, പോർച്ചുഗീസുകാരന്റെയും ഫ്രഞ്ചുകാരന്റെയും ബ്രിട്ടീഷുകാരന്റെയും ആക്രമണത്തിൽ നിന്ന് കോഴിക്കോടിന് സുരക്ഷിതത്വം കിട്ടാൻ സാമൂതിരിക്ക് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞയക്കാൻ കഴിഞ്ഞുവെങ്കിൽ ആ ഒരു പാരമ്പര്യ ഇസ്ലാമിലേക്ക് ഇസ്ലാമിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ചിത്രപ്രവർത്തനം നടത്തുന്ന ആളുകളൊക്കെ തിരിച്ചു വരണമെന്നാണ് എനിക്ക് ഇസ്ലാമിക പക്ഷത്ത് നിന്നുകൊണ്ട് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. കാരണം സൂറത്ത് ബഖറയിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, ലാ ഇക്റാഹ ഫിദ്ദീൻ, ദീനിൽ യാതൊരു തരത്തിലുള്ള നിർബന്ധമില്ല, വേണമെങ്കിൽ മുസ്ലിം ആയാൽ മതി. വമൻ ഷാ ഫൽയുമിൻ വമൻ ഷാ ഫൽയക്ഫുർ, വേണമെങ്കിൽ മുസ്ലിം ആയാൽ മതി, ലേ കാഫിറായിക്കോ. ശിക്ഷ നരകത്തിൽ മരിച്ചു ചെന്നതിന് ശേഷമാണ്, ദുനിയാവിലല്ല. ഇവിടെ ജീവിച്ചിരിക്കലാണ് പ്രധാനം, മരിക്കലല്ല പ്രധാനം. രാഷ്ട്രത്തിന് വേണ്ടി, ആശയത്തിന് വേണ്ടി, ചിന്തയ്ക്ക് വേണ്ടി ജീവിച്ചിരിക്കലാണ് പ്രധാനം എന്ന് നമ്മൾ തിരിച്ചറിയുക. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഇത്തരം ചർച്ചകളുടെ ഒരു ദോഷം എന്ന് പറയുന്നത് കഴിഞ്ഞുപോയ കുറെ സംഭവങ്ങൾ, അതിന്റെ കുഴപ്പങ്ങൾ, അതൊക്കെ പറഞ്ഞ് അന്ന് അങ്ങനെ സംഭവിച്ചിട്ടില്ലേ, അന്ന് ബാമിയാൻ പ്രതിമ തകർക്കപ്പെട്ടില്ലേ, അന്ന് ഇങ്ങനെ സംഭവിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചരിത്രത്തിലേക്ക് പോകും. ചരിത്രത്തിൽ അങ്ങനെ എന്തൊക്കെ നടന്നിട്ടുണ്ട്? മുഗൾ ചക്രവർത്തിമാർ, ഇവിടെ പിന്നെ മുഗൾ ചക്രവർത്തിമാര് ഗോവധം നിരുത്സാഹപ്പെടുത്തുക മാത്രമല്ല ചെയ്തിട്ടുള്ളത്, അവർ അമുസ്ലിം സ്ത്രീകളെ തന്നെ കല്യാണം കഴിച്ചിട്ടുണ്ട്. എന്തിനാ? മതസൗഹാർദ്ദം നിലനിർത്താൻ വേണ്ടി. അപ്പോ ഇവിടെ നേരത്തെ സംസാരിച്ച നമ്മുടെ ഈ കേരളത്തിന്റെ തന്നെ അനുഗ്രഹമായ പാണക്കാട് കുടുംബാംഗങ്ങൾ തിരുമാന്താംകുന്ന് ക്ഷേത്രത്തിലെ പിന്നെ ഊട്ട് ഉത്സവത്തിന് പോയി ഭക്ഷണം കഴിക്കുമ്പോൾ
അതൊക്കെ ഒരു മാതൃകയാക്കിയിട്ട് ലോകത്തിന്റെ മുന്നിൽ ഹൈലൈറ്റ് ചെയ്ത് വരണ്ടേ, അങ്ങനെ ചർച്ച ചെയ്യപ്പെടണ്ടേ, എന്നിട്ട് ആ പരമ്പരാഗതമായ ആത്മീയതയിൽ ഊന്നി നിൽക്കുന്ന ഇസ്ലാമിനെ ഹൈലൈറ്റ് ചെയ്യണ്ടേ. അതാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള സെമിനാറുകളുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന തിരശ്ശീലയുടെ പിന്നിലുള്ള ആളുകൾ ചെയ്യേണ്ടത്. അല്ലാതെ ചരിത്രത്തിൽ കഴിഞ്ഞുപോയ ഉദാഹരണങ്ങൾ വെച്ച് പരസ്പരം തർക്കിക്കുകയല്ല. അങ്ങനെ തർക്കിക്കുമ്പോഴുണ്ടാകുന്നത് ഇങ്ങനെയാണ്. ആടിൻകുട്ടി വെള്ളം കടിക്കാൻ വന്നപ്പോ ആടിൻകുട്ടിയെ പിടിക്കാൻ വന്ന ചെന്നായോട് ആടിൻകുട്ടി ചോദിച്ചു അത്രേ, നീ എന്തിനാണ് എന്നെ പിടിക്കാൻ വരുന്നത്? ആ താഴെ ചെന്നായ ആട്ടിൻകുട്ടി ഇവിടെയാണ് വെള്ളം കുടിക്കുന്നത്, താഴെ വെള്ളം കലങ്ങിയിട്ടുണ്ട്, ആ വെള്ളം അതിലൂടെ ഒഴുകിപ്പോയി പുഴയാകെ കലങ്ങും, അതുകൊണ്ട് നിന്നെ കൊല്ലേണ്ടത് എന്റെ ആവശ്യമാണ്. ആട്ടിൻകുട്ടി പറഞ്ഞു, ഞാനിപ്പോ വെള്ളം കുടിക്കാൻ വന്നതേ ഉള്ളൂ, ഞാനല്ല കലക്കിയത്. ചെന്നായ പറഞ്ഞു അത്രേ, നീ കലക്കിയിട്ടുണ്ടാവില്ല, നിന്റെ വല്ലിപ്പ ആടായിരിക്കണം മിക്കവാറും കലക്കിയിട്ടുണ്ടായിരിക്കുക എന്ന് പറഞ്ഞ് ആടിനുമേൽ ചാടി വീണു എന്നാണ്. ഇത് നമ്മൾ ഈശോപ്പ് കഥകളിൽ വായിച്ചിട്ടുള്ളതാണ്. ഇതൊരു വലിയ ഉപദേശം കൂടിയാണ്. നമ്മളെ പൂർവികന്മാർ ചെയ്തതിന്റെ പേരിൽ നമ്മളല്ല മറുപടി പറയേണ്ടത്. പൂർവികന്മാർ എല്ലാ മതത്തിന്റെയും ഭാഗത്ത് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവണം. അത് ഏതെങ്കിലുമൊക്കെ വൈകാരികമായ നിമിഷങ്ങളിൽ ഏതെങ്കിലുമൊക്കെയുള്ള പ്രക്ഷുബ്ധാവസ്ഥയിൽ ഉണ്ടായ താൽക്കാലികമായ പ്രതികരണങ്ങൾ മാത്രമായി കാണാൻ മനുഷ്യന്റെ വിവേകം, ഇപ്പോഴത്തെ ഈ ശാസ്ത്രീയമായി വികസിച്ച പരിഷ്കൃത സമൂഹത്തിന്റെ വിവേകം നമ്മെ അതിന് പ്രേരിപ്പിക്കേണ്ടതുണ്ട്. ഞാൻ അവസാനിപ്പിക്കുന്നു. സൃഷ്ടിക്കാൻ വലിയ പ്രയാസമുണ്ട്. സിറിയൻ അംബാസഡർ പറഞ്ഞത്, സിറിയയുടെ മുഫ്തി പ്രസംഗിച്ചതുപോലെ, ബ്രിട്ടീഷ് പാർലമെന്റിൽ പ്രസംഗിച്ചതുപോലെ, മനുഷ്യൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ കലാരൂപങ്ങളാണ്, അള്ളാഹുവിന്റെ കലാരൂപങ്ങളാണ്. ഈ കെട്ടിടവും പന്തലൊക്കെ പൊളിച്ചറിയാം, ഇവിടെയുള്ള ഒരു മനുഷ്യനെ കൊന്നാൽ പിന്നെ അവനെ പുനഃസൃഷ്ടിക്കാൻ നമുക്ക് കഴിയില്ല. കാരണം അത് അള്ളാഹുവിന്റെ മാത്രം മേഖലയാണ്. സൃഷ്ടിക്കാൻ വലിയ പ്രയാസമുണ്ട്. ഒരു മരം കുഴിച്ചിട്ടത് മുളച്ചു വന്ന് വൻമരമായി മാറാൻ വലിയ പ്രയാസമുണ്ട്. ഒരു മരം മുറിച്ചിടാനോ പെട്രോളോ മണ്ണെണ്ണയോ ഒഴിച്ചിട്ടുള്ള മെഷീൻ 5 മിനിറ്റ് പിടിച്ചാൽ വർഷങ്ങളോളം നീണ്ടുനിന്നും തണലും ഫലവും നൽകിയ മരം മുറിച്ചിടാൻ കഴിയും. നശിപ്പിക്കലല്ല, സൃഷ്ടിച്ചെടുക്കലാണ് പ്രധാനം. നശിപ്പിക്കാൻ ആർക്കും കഴിയും. സൃഷ്ടിക്കാൻ അനുഗ്രഹീതമായ കരങ്ങൾ വേണം. അത് വലിയ പ്രാധാന്യമുള്ളതാണ്. അത് ഓർമ്മിച്ചു വെക്കുക നമ്മൾ. ഞാൻ അവസാനിപ്പിക്കുന്നു. പണ്ട് വളരെ മുമ്പ് കുട്ടിയായിരിക്കെ കണ്ടൊരു കാർട്ടൂൺ ഈ സെമിനാറിന്റെ വിഷയം കണ്ടപ്പോൾ എന്റെ മനസ്സിലേക്ക് ഓടി വന്ന് നിങ്ങളോട് പങ്കുവെക്കുകയാണ്. ടോം ആൻഡ് ജെറി എന്ന് പറയുന്നത് ശത്രുതയുടെ പ്രതീകമായി ലോകത്ത് എല്ലാ കാലത്തും വാഴ്ത്തപ്പെട്ടുള്ള കാർട്ടൂൺ കഥാപാത്രങ്ങളാണ് ടോമും ജെറിയും, എലിയും പൂച്ചയും, പണ്ടത്തെ ശത്രുക്കൾ. ആ കാർട്ടൂണിൽ ഒരിടത്ത് നട്ടപ്പാതിര സമയത്ത് തമ്മിൽ തല്ലുകൂടി എലിയെ പുറത്തേക്ക് വലിച്ചെറിയുന്നതാണ് പൂച്ച ചെയ്യുന്നത്. പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോ പൂച്ച പോയിട്ട് കിടന്നുടങ്ങി. എന്നാൽ കിടക്കപ്പായയിൽ നിന്ന് എഴുന്നേറ്റ് പൂച്ച പിന്നെ ഇങ്ങനെ അസ്വസ്ഥനായി നടന്ന് പുറത്തേക്ക് വരുന്നു, പിന്നെയും പോകുന്നു. മഞ്ഞിലേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല. അവസാനം പുറത്തിങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന മഞ്ഞിലേക്ക് ഊളിയിട്ടിറങ്ങിയിട്ട് പൂച്ച ഇങ്ങനെ മണം പിടിച്ച് ചെല്ലുകയാണ്. ചെല്ലുമ്പോൾ കാണുന്ന ഒരു മരത്തിന്റെ താഴെ ഇങ്ങനെ തണുത്ത് വിറച്ച് മരിക്കാൻ പോകുന്ന എലിയെയാണ്. ടോം ജെറിയെ എടുത്തുകൊണ്ടുവന്ന് തന്റെ കിടക്കയിൽ കിടത്തി പുതച്ചു കൊടുത്ത് പൂച്ച തറയിൽ കിടന്നുറങ്ങി. തന്റെ കിടക്കയിൽ ഒരിക്കൽ പോലും താൻ അടുപ്പിക്കാത്ത തന്റെ ബെഡ്റൂമിലെ കിടക്കയിൽ ജെറിയെ കിടത്തിറക്കിയതായിട്ടാണ് കാർട്ടൂൺ പറയുന്നത്. ഏത് യുദ്ധത്തിനും ഒരു സന്ധിയുണ്ട്. നിങ്ങൾ വാളെടുത്ത് വെട്ടിക്കൊല്ലുമ്പോ, നിങ്ങൾ മസ്ജിദുകൾ തകർക്കുമ്പോ, ചർച്ചുകൾ തകർക്കുമ്പോ, ക്ഷേത്രങ്ങൾ പൊളിച്ചെടുക്കുമ്പോ, അങ്ങനെ നശിപ്പിച്ച് മുന്നേറി കഴിഞ്ഞാൽ അതിന്റെ അവസാനം നിങ്ങൾ മാത്രം ബാക്കിയായാൽ ഈ ലോകത്തിന് ഒരിക്കൽ പോലും സൗന്ദര്യമുണ്ടാകുന്നില്ല. നിങ്ങൾ മാത്രം ബാക്കിയുള്ള ഒരു ലോകത്ത് അത് പരിശൂന്യമായിരിക്കും, ഒരു ഭംഗിയുമില്ലാത്ത മരുഭൂമി മാത്രമായിരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. അകക്കണ്ണുകൊണ്ട് മനുഷ്യനെ കാണാൻ സാധിക്കണം. മതസംവാദങ്ങൾ നടക്കട്ടെ, ചർച്ചകൾ നടക്കട്ടെ. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒരു മേശയുടെ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്നിട്ട് ചിക്കൻ ബിരിയാണിയും വിളമ്പട്ടെ, ബീഫ് ബിരിയാണിയും വിളമ്പട്ടെ, വെജിറ്റബിൾ ബിരിയാണിയും വിളമ്പട്ടെ. എന്നിട്ട് ഹിന്ദു ബീഫ് കഴിക്കട്ടെ, ഹിന്ദു വെജിറ്റബിൾ ബിരിയാണി കഴിക്കട്ടെ, മുസ്ലിം ബീഫ് കഴിക്കട്ടെ, ക്രിസ്ത്യാനി ചിക്കൻ കഴിക്കട്ടെ എന്ന് വേർതിരിവില്ലാതെ ഇഷ്ടമുള്ളത് കഴിച്ച് ഇഷ്ടമുള്ളത് ധരിച്ച് അവനവന്റെ ദൈവത്തിൽ വിശ്വസിച്ച് അല്ലെങ്കിൽ അവനവന്റെ ദൈവമില്ലായ്മയിൽ വിശ്വസിച്ച് പരസ്പരം കൈകോർത്ത് ചേർത്ത് പിടിച്ച് നടക്കട്ടെ. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് അബ്ദുല്ലാഹിബിൻ മുബാറക്കുമാരുണ്ടായിരിക്കും. ജൂതൻ തന്റെ വീട് വിൽപ്പന നടത്താൻ പോവുകയാണ്. ഞാൻ അവസാനിപ്പിക്കുന്നത്. ജൂതൻ തന്റെ വീട് വിൽപ്പന നടത്താൻ പോവുകയാണ്. 500 ദിർഹം മാത്രം വിലയുള്ള വീടിന് 1000 ദിർഹമിനാണ് അയാൾ വിൽപ്പന നടത്തുന്നത്. ഒരുപാട് ആളുകൾ വന്ന് കച്ചവടം തള്ളി. അവസാനം വന്നയാൾ 1000 ദിർഹം കൊടുത്ത് വീട് വാങ്ങിച്ചിട്ട് അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു അൻഹുവിന്റെ അയൽവാസിയായ ജൂതനോട് ചോദിച്ചു, ഇത് വെറും 500 ദിർഹമിനേ ഉള്ളൂ, പിന്നീട് എന്തുകൊണ്ടാണ് നിങ്ങൾ 500 ദിർഹം കൂടെ കൂട്ടി 1000 ദിർഹമിന് വീട് വിൽപ്പന നടത്തുന്നത്? ഈ ജൂതൻ മറുപടി പറഞ്ഞു അത്രേ, ഞാൻ ഈ വീട് വിറ്റ് പോകുമ്പോൾ എനിക്ക് 10 സെന്റ് സ്ഥലവും ഈ വീടും അല്ല നഷ്ടപ്പെടുന്നത്. ആ കാണുന്ന കൂര കണ്ടോ, ആ ചെറ്റക്കൂര അബ്ദുല്ലാഹിബിൻ മുബാറക് എന്ന് പറയുന്ന മുസ്ലിമിന്റെ അയൽവാസിത്വം, ആ അയൽപ്പക്ക ബന്ധമാണ് എനിക്ക് നഷ്ടപ്പെടുന്നത്. അതിനുവേണ്ടിയാണ് ഞാൻ 500 ദിർഹം വാങ്ങിക്കുന്നത്. ആ ചിന്ത ലോകത്ത് പരക്കട്ടെ. എന്റെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന ഹിന്ദുവും ഇപ്പുറത്ത് കിടക്കുന്ന ക്രിസ്ത്യാനിയും അപ്പുറത്തുള്ള സിഖുകാരനും ഇപ്പുറത്തുള്ള ജൈനക്കാരനും അതിന്റെ ഇടയിൽ ഒരു മുസ്ലിമും ഇങ്ങനെയൊക്കെ പൂത്ത് പരിലസിച്ച് സ്നേഹത്തോടെ സന്തോഷത്തോടെ ആനന്ദത്തോടെ സംതൃപ്തിയോടെ ജീവിച്ച് മരിച്ചു പോകാൻ
ഉള്ള സാഹചര്യമാണ് ഉണ്ടാക്കേണ്ടത്. കൊന്നു തീർക്കാനല്ല, സൃഷ്ടിച്ചെടുക്കാനാണ് മതങ്ങളും ആശയങ്ങളും പഠിപ്പിക്കുന്നതെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ആദാന പ്രദാനങ്ങളുടെ ആഘോഷവേളകളിലൂടെ, സന്തോഷത്തിലൂടെ, സെമിനാറുകളിലൂടെ, സംവാദങ്ങളിലൂടെ, കൊടുക്കൽ വാങ്ങലുകളിലൂടെ കുറച്ചുകൂടെ നല്ലൊരു പുനഃസൃഷ്ടിക്കായി ഈ സംവിധാനത്തിന് കഴിയും. കാരണം ഇത് വെള്ളയണിഞ്ഞിരിക്കുന്ന ഒരു സദസ്സാണ്, തൊപ്പിയണിഞ്ഞിരിക്കുന്ന ഒരു സദസ്സാണ്. ഹൃദയത്തിന്റെ ഉള്ളിലുള്ള ആത്മീകത അതാണ് വെള്ളവസ്ത്രമായി പുറത്തേക്ക് വരുന്നത്. സമാധാനത്തിന്റെ ഈ വെള്ളവസ്ത്രം, ഈ വെള്ളവസ്ത്രത്തിന്റെ ആളുകൾ നടത്തുന്ന ഈ സെമിനാർ ഇന്നത്തെ അശാന്തി പരന്നിരിക്കുന്ന ഈ ലോകത്ത് സമാധാനത്തിന്റെ ചിഹ്നമായി വളർന്നു വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട്, അർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, ഈ സദസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഹദ്ദാദ് റാത്തീബ് നിർവഹിക്കുന്നത്. അതുകൊണ്ട് പരിപാടി കഴിഞ്ഞതിനു ശേഷം വിദ്യാർത്ഥികൾ പിരിഞ്ഞു പോകരുതെന്ന് അറിയിക്കുന്നു. വേദിയിൽ പാനൽ ഡിസ്കഷൻ തുടക്കം കുറിക്കുന്നതിന് വേണ്ടി സമസ്ത കേരള സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബഹുമാനനായ ഓണംപള്ളി മുഹമ്മദ് ഫൈസി അവരുടെ സാദരം സവിനയം പ്രസംഗപീഠത്തിലേക്ക് ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وأصحابه أجمعين. വേദിയിൽ ഉപവിഷ്ടരായ ഉസ്താദ് ഹക്കീം ഫൈലി, ബഹുമാന്യനായ ഉസ്താദ് കൊടശ്ശേരി ഫൈലി, അലി ഫൈലി തുടങ്ങി പണ്ഡിതന്മാർ, നേതാക്കൾ, സഹോദരന്മാർ, ഈ സദസ്സിന്റെ അലങ്കാരമായിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട വാഫി വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, ദീർഘമായ പ്രസംഗം സാധ്യമാകാത്ത വിധം കൃത്യമായ ഒരു സമയ തടവറയുടെ മുമ്പിലാണ് ഞാനുള്ളത്. മാത്രവുമല്ല, പ്രസംഗിപ്പിച്ച് ഇനിയൊന്നും പറയാനാവാത്ത വിധം, ഇനി പിഷ്ടപേഷണം നടത്തേണ്ടി വരുന്ന വിധം ഏതാണ്ട് എല്ലാ വിഷയങ്ങളെയും കുറിച്ച് എല്ലാവരും ചർച്ച ചെയ്തു കഴിഞ്ഞു. ബഹുസ്വരത എന്നത്, ബഹുസ്വരം എന്ന് പറയുന്നതിൽ നിന്നുണ്ടാവുന്നതായതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ കൂടുമ്പോൾ സ്വാഭാവികമായും ഈ ബഹുസ്വരത ഉണ്ടാവുന്നതാണ്. അതുകൊണ്ടാണ് ഇത് ഒരു സാമൂഹിക യാഥാർത്ഥ്യമാണ് എന്ന് പറയാൻ കാരണം. അത് മതത്തിന്റെ ഉള്ളിലും ബഹുസ്വരമുണ്ടാവും, വിവിധ മതങ്ങളിൽ ബഹുസ്വരമുണ്ടാവും. വ്യക്തി എന്ന അർത്ഥത്തിൽ വ്യക്തിയുടെ അഭിപ്രായത്തെയാണ് മതം എന്ന് വിളിക്കപ്പെടാറുള്ളത്. അങ്ങനെ വരുമ്പോ ഓരോ വ്യക്തിയുടെയും മതത്തിന്റെ വ്യാഖ്യാനങ്ങൾ വ്യത്യസ്തമാകുന്ന ഒരു തലത്തിൽ നിൽക്കുമ്പോഴുണ്ടാകുന്ന ബഹുസ്വരം അതൊരു സാമൂഹിക യാഥാർത്ഥ്യമായി മാറുന്നു എന്ന വസ്തുതയെ നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ നിർവാഹമില്ല. ഈ ബഹുസ്വരതയെ ആ യാഥാർത്ഥ്യത്തോടുകൂടെ അംഗീകരിച്ച് മുന്നോട്ടു പോകാൻ സാധ്യമാകുന്ന വിധത്തിലുള്ള സഹിഷ്ണുതയാണ് യഥാർത്ഥത്തിൽ ഒരു ആരോഗ്യമുള്ള സമൂഹത്തിന് ആവശ്യമായി വരുന്നത്. എപ്പോഴും എല്ലായിടങ്ങളിലും ഉണ്ടാകുന്ന ഈ അഭിപ്രായ തർക്കങ്ങൾക്കിടയിൽ ഒരു ഡിസിപ്ലിനറി സ്റ്റാറ്റ്യൂട്ട് എന്ന് പറയുന്ന വിധം ഒരു അച്ചടക്ക നിയമം എന്നതുണ്ടാകണം. എല്ലായിടത്തും ആ ഒരു അച്ചടക്ക നിയമം ഉണ്ടാവും. ആ നിയമങ്ങളെ പരസ്പരം നമ്മൾ കുറ്റം പറയുന്നതിനപ്പുറത്ത് ആ നിയമങ്ങൾ ഒരു സമൂഹ വ്യവസ്ഥിതിയുടെ ഭാഗമായി അംഗീകരിച്ചു പോകുമ്പോഴാണ് ഒരു സമൂഹം എന്ന നിലയിൽ അച്ചടക്കത്തോടെ, സമാധാനത്തോടെ ജീവിക്കാൻ സാധ്യമാകുന്നത്. അവിടെ ഏറ്റവും പ്രധാനമായി നിൽക്കുന്നത് പരസ്പരം ആദരിക്കുക എന്നതാണ്. മറ്റുള്ളവന്റെ വിശ്വാസത്തെയും അവന്റെ ആചാരത്തെയും അനുഷ്ഠാനത്തെയും ആദരിക്കുക എന്നതാണ്. യുദ്ധം അനുവദിക്കപ്പെടുമ്പോഴും വിശുദ്ധ ഖുർആന്റെ പക്ഷം ആ യുദ്ധം അനുവദിക്കപ്പെടുന്നോടത്ത് ഒരു വിഭാഗം ആളുകളെ മറ്റൊരു വിഭാഗത്തെ കൊണ്ട് തടയപ്പെടുന്നില്ലായിരുന്നുവെങ്കിൽ അവിടെ ഏറ്റവും പ്രധാനമായി നശിപ്പിക്കപ്പെടുന്നത് ക്ഷേത്രങ്ങളും ചർച്ചുകളും സിനഗോഗുകളും മസ്ജിദുകളുമാണ് എന്ന് പറയുകയാണ് ഖുർആൻ ചെയ്തത്. വലൗലാ ദഫ്ഉല്ലാഹി الناس بعضهم ببعض لهدمت صوامع وبيع وصلوات ومساجد يذكر فيها اسم الله كثيرا.
ഒരു വിഭാഗത്തെ മറ്റൊരു വിഭാഗവുമായി പ്രതിരോധിക്കുന്നില്ല എന്ന് വന്നല്ല ഹുദ്ദിമത്ത് സ്വഭാമ്യ. പർണശാലകൾ തകർക്കപ്പെടുമായിരുന്നു, സന്യാസി ശ്രേഷ്ഠന്മാരുടെ പർണശാലകൾ. സിനഗോഗുകളും ചർച്ചുകളും തകർക്കപ്പെടുമായിരുന്നു. അള്ളാഹുവിന്റെ നാമം ധാരാളമായി ഉച്ചരിക്കപ്പെടുന്ന മസ്ജിദുകൾ തകർക്കപ്പെടുമായിരുന്നു. അതിന്റെ അർത്ഥം ഈ ഒരു വ്യവസ്ഥാപിതമായ സാമൂഹിക ജീവിതത്തിന്റെ ഇടയിലെ യാഥാർത്ഥ്യമായി നിലനിൽക്കുന്നതാണ് ക്ഷേത്രവും അതോടൊപ്പം തന്നെ ചർച്ചുകളും സിനഗോഗുകളും മസ്ജിദുകളും എന്നതാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു വെക്കുന്നത്. ഇവിടെ ധാരാളമായി അത് സംബന്ധിയായ പരാമർശങ്ങൾ നടന്നു കഴിഞ്ഞിട്ടുണ്ട് എന്ന ഓർമ്മ കൊണ്ട് ഞാനതിനെ ദീർഘമായി കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇസ്ലാം ഈ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുന്നു. അതിനർത്ഥം ഇസ്ലാമിക ജീവിതത്തെയും വിശ്വാസത്തെയും പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നല്ല, പക്ഷേ ഇതര സമൂഹങ്ങളുടെ വിശ്വാസങ്ങളുടെ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാനുള്ള മാനസികമായ വലിപ്പം പരിശുദ്ധ ഇസ്ലാം കാണിക്കുന്നു. എന്നാലോ ഇസ്ലാം എപ്പോഴും തർക്കങ്ങളില്ലാത്തൊരു സന്ദേശത്തിലേക്ക് ആളുകളെ വിളിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇങ്ങനെ പറയാനാണ് അല്ലാഹു കൽപ്പിക്കുന്നത്, കുൽ തആലൂ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വ ബൈനക്കും. നിങ്ങൾക്കും നമുക്കുമിടയിൽ തർക്കമില്ലാത്ത ഒരു വചനത്തിലേക്ക് നിങ്ങൾ വരണമെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മഹാനായ പ്രവാചകനെ കൊണ്ട് വിളിപ്പിക്കുന്നു. തആലൂ ഇലാ കലിമത്തിൻ യാ ബനി ഇസ്രായീല തആലൂ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വ ബൈനക്കും. നിങ്ങൾക്കും നമുക്കുമിടയിൽ തർക്കമില്ലാത്ത ഒന്നിലേക്ക്. എവിടെയാണ് തർക്കമില്ലാത്ത ഒന്ന് എന്ന് പറയുമ്പോൾ എല്ലാ മതങ്ങളെയും പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാനാവും, എല്ലാ മതങ്ങളും ആത്യന്തികമായി അവസാനിപ്പിക്കുന്നത് ഏകദൈവ വിശ്വാസത്തിലാണ്. മതങ്ങളെന്നല്ല, ലോകത്തെ എന്തും അങ്ങനെയാണ്. ശാസ്ത്രം പോലും അവസാനം പറഞ്ഞു പോകുന്നത് ഒടുക്കം ഇതിന് ഒരു സത്യമെന്ന, ഒരു ഏകനിയന്താവ് എന്ന ഒരു സത്യത്തിലേക്ക് പോകാതെ തരമില്ലെന്നിടത്താണ്. അതുകൊണ്ടാണ് ലോകത്തെ ഏറ്റവും പ്രഗത്ഭനായ ശാസ്ത്രജ്ഞനായി ഇന്നും ജീവിക്കുന്ന സ്റ്റീഫൻ ഡബ്ല്യു ഹോക്കിംഗ് അദ്ദേഹത്തിന്റെ എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന പുസ്തകത്തിലും അതിനുശേഷം അദ്ദേഹം എഴുതിയ ദ ഗ്രാൻഡ് ഡിസൈൻ എന്ന പുസ്തകത്തിലും പരമ്പരാഗത ദൈവത്തെ ഒന്നും വിശ്വസിക്കുന്നില്ലെങ്കിലും അവസാനം അദ്ദേഹം പറയുന്ന ഒന്നുണ്ട്, ഈ പ്രപഞ്ചം ചില നിയമങ്ങളെ അനുസരിക്കുന്നു എന്നതാണ്. The world around us obeys the laws which have excited the curiosity of human being. മനുഷ്യനെ അത്ഭുതപ്പെടുത്തുന്ന വിധത്തിലുള്ള ചില നിയമങ്ങളെ ഈ പ്രപഞ്ചം അനുസരിക്കുന്നു. അത് പറഞ്ഞു പോകുന്ന സ്റ്റീഫൻ ഡബ്ല്യു ഹോക്കിംഗ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം അവസാനിപ്പിക്കുമ്പോൾ പറയുന്നുണ്ട്, ഈ പ്രപഞ്ചത്തിന്റെ ഈ ആത്യന്തികമായ യാഥാർത്ഥ്യത്തെ കുറിച്ച് അന്വേഷിച്ചു പോയാൽ ഒടുക്കം മനുഷ്യന് കണ്ടെത്തേണ്ടി വരുന്നത് വി വിൽ ഫൈൻഡ് ദ മൈൻഡ് ഓഫ് ഗോഡ്, നാം ദൈവത്തിന്റെ മനസ്സ് കണ്ടെത്തും എന്നാണ്. ഇഫ് വി ഫൈൻഡ് ദാറ്റ് ആൻസർ ദാറ്റ് വിൽ ബി ദ ട്രയംഫ് ഓഫ് ഹ്യൂമൻ റീസൺ എന്ന് പറഞ്ഞിട്ടാണ് അത്ഭുതത്തോടെ സ്റ്റീഫൻ ഡബ്ല്യു ഹോക്കിംഗ് അദ്ദേഹത്തിന്റെ ഈ പുസ്തകം അവസാനിപ്പിക്കുന്നത്. അപ്പൊ ശാസ്ത്രത്തിന് പോലും ഒരു സത്യത്തിലേക്ക് എത്തേണ്ടി വരും. മതങ്ങളോ, എല്ലാ മതങ്ങളും അവസാനിപ്പിക്കുന്നത് എവിടെയാണ്? ഏകദൈവത്തിലാണ്. ഏകം സത്യം വിപ്രാ ബഹുധാ വദന്തി. സത്യം ഒന്നേ ഉള്ളൂ, വിപ്രന്മാർ അതിനെ പലതായി പറയുന്നു. സദേവ സൗമ്യ അഗ്രേയാസീത്. സതൊന്നേ ഉണ്ടായിരുന്നുള്ളൂ മോനെ, അഗ്രേയാസീത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു സത്യം മാത്രമാണ്. പക്ഷേ അത് പലതായി തീരണമെന്ന് കൽപ്പിക്കപ്പെടുമ്പോ അത് പലതാകുന്നു. പ്രപഞ്ചമെന്ന പല വൈവിധ്യങ്ങൾ ഉണ്ടാകുന്നു. അവിടെ ഒരു വൈവിധ്യം. ലോകത്ത് എല്ലാ മതങ്ങളും പറയുന്ന ഈ സത്യത്തിനപ്പുറത്ത് പിന്നെ പറയുന്ന ആശയങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന വൈരുദ്ധ്യം എന്ന യാഥാർത്ഥ്യം, ആ യാഥാർത്ഥ്യത്തെ ആർക്കും അംഗീകരിക്കാനാവാത്തത് ഇന്ത്യക്കൊരു വൈരുദ്ധ്യങ്ങളുടെ ഒരു വലിപ്പമുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ഏകശിലാകൽപിതമായ ഒരു സംസ്കാര ഘടന എന്ന് പറയാൻ കഴിയില്ല ഇന്ത്യയുടെ ചരിത്രത്തെയും പാരമ്പര്യത്തെയും അറിയുന്നവർക്ക്. എന്തുകൊണ്ട്? ഇന്ത്യയിൽ വ്യത്യസ്തമായ സംസ്കാരങ്ങളുടെയും വ്യത്യസ്തമായ ആശയങ്ങളുടെയും ഒരു ധാര കാണാം ഇന്ത്യയുടെ ചരിത്രത്തെ പരിശോധിക്കുമ്പോൾ. ഇന്ത്യയുടെ ഭൂശാസ്ത്രം പോലും ഉണ്ടാക്കുന്ന വൈവിധ്യങ്ങൾ പോലെ അതിനൊരു വൈവിധ്യമുണ്ട്. ഇന്ത്യയുടെ ഭൗമികമായ ഘടന തന്നെയും വൈവിധ്യമുള്ളതാണ്. അതുകൊണ്ടാണ് എത്രയോ നാളുകൾക്ക് മുമ്പ് ശരിക്കും കാളിദാസൻ മേഘസന്ദേശം എന്ന് പറയുന്ന ഒരു കവിതാ സമാഹാരം ഉണ്ടാക്കുന്നു. അതിൽ കാളിദാസൻ ഒരു മനോഹരമായ പ്രേമത്തെയാണ് സൂചിപ്പിക്കുന്നത്. ആ പ്രേമത്തിൽ ഇങ്ങനെയാണ്: കാമുകൻ കാമുകിയെ തേടി ദക്ഷിണ ധ്രുവത്തിൽ നിന്ന് ഇന്ത്യയുടെ ഉത്തര ധ്രുവങ്ങളിലേക്ക് പോകുന്നു. ദക്ഷിണ ധ്രുവത്തിൽ നിന്ന് പോകുന്ന കാമുകനോട് കാമുകൻ പിന്നെ ദക്ഷിണ ധ്രുവത്തിൽ നിൽക്കുന്ന കാമുകൻ മേഘത്തോടാണ് പറയുന്നത്, നീ അങ്ങനെ പോയി സഞ്ചരിച്ച് അവസാനം നീ ഉത്തര ധ്രുവത്തിലെത്തും. ഈ പോകുന്ന പോക്കിൽ നീ കാണുന്ന വൈവിധ്യങ്ങളുള്ള ഭൂമണ്ഡലങ്ങളുടെ ചരിത്രമാണ് യഥാർത്ഥത്തിൽ മേഘസന്ദേശം എന്ന കാളിദാസന്റെ കവിത. നോക്കൂ നിങ്ങൾ, അവിടെ ഒരു വലിയ വൈവിധ്യമുണ്ട്. അവിടെ ഇന്ത്യയുടെ വൈവിധ്യങ്ങളെ മുഴുവനും കാളിദാസൻ വരച്ചു വെക്കുന്നുണ്ട്. മതങ്ങളുടെ വൈവിധ്യമുണ്ട്,
അദ്വൈതം എന്നാണ് ശങ്കരാചാര്യർ പറഞ്ഞത്. അപ്പോ രാമാനുജൻ പറഞ്ഞു അങ്ങനെയല്ല, വിശിഷ്ടാദ്വൈതമാണ് ശരി. അപ്പോഴാണ് മാധ്വൻ പറഞ്ഞത് അതുമല്ല, ദ്വൈതമാണ് ശരി. രണ്ടുണ്ട്. ഇതിന്റെ വ്യത്യസ്തതകൾ ഒരുപാട് കാണാം. ഒരു മിനിറ്റേ ഉള്ളൂ, അതുകൊണ്ട് കൂട്ടുന്നില്ല. പക്ഷേ ഈ വൈവിധ്യങ്ങൾ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ചരിത്രാണ്. ചിലർ പശുവിനെ കണ്ടു ആരാധിച്ചു, ശരിയാണ്. പക്ഷേ പശുവിനെ നന്നായി തിന്നു. വിവേകാനന്ദ സ്വാമികൾ പറയുന്നു, യു വിൽ ബി അസ്റ്റോണിഷ്ഡ് ഇഫ് ഐ ടെൽ ദാറ്റ്. നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും ഞാനൊരു കാര്യം പറഞ്ഞാൽ. എന്നിട്ട് അദ്ദേഹം പറയുന്നു, അക്കോർഡിംഗ് ടു ദി ഓൾഡ് സെറിമോണിയൽസ് ഹി ഈസ് നോട്ട് എ ഗുഡ് ഹിന്ദു who does not eat beef. ഇത് ഞാൻ വെറുതെ എവിടുന്നോ പറയണല്ല. വിവേകാനന്ദ പ്രസംഗങ്ങളിലൂടെ അദ്ദേഹത്തിന്റെ കംപ്ലീറ്റ് വർക്ക്സ് ഓഫ് വിവേകാനന്ദയുടെ 3ാം വാല്യത്തിന്റെ 536 പേജ് എടുത്ത് വായിച്ചാൽ നിങ്ങൾക്ക് കാണാം. യു വിൽ ബി അസ്റ്റോണിഷ്ഡ്. നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. ഇഫ് ഐ ടെൽ ദാറ്റ്, ഞാൻ പറഞ്ഞാൽ എന്താ പറയേണ്ടത്? അക്കോർഡിംഗ് ടു ദി ഓൾഡ് സെറിമോണിയൽസ്, പഴയ മുഴുവൻ ചരിത്രവും പാരമ്പര്യവും കണക്കാക്കിയാൽ ഹി ഈസ് നോട്ട് എ ഗുഡ് ഹിന്ദു. ഒരാൾ ഒരു നല്ല ഹിന്ദു ആവൂല ഈ ഹൂ ഡസ് നോട്ട് ഈറ്റ് ബീഫ്. ബീഫ് കഴിക്കാത്ത നല്ല ഹിന്ദു അല്ലാണ്. ആരാ പറഞ്ഞത്? ഇന്ത്യയെ ലോകത്തിന്റെ മുമ്പിൽ ഇന്ത്യയുടെ വൈവിധ്യങ്ങളെ കുറിച്ച് പറഞ്ഞ വിവേകാനന്ദൻ. ഇന്ത്യയുടെ ഉപനിഷത്തുകളും ഇന്ത്യയുടെ വേദങ്ങളിലൂടെയും ഒക്കെ കടന്നു പോകുമ്പോൾ ഇന്ദ്രൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത് കാളയിറച്ചിയാണ്. ആ മാംസം കയ്യിൽ വച്ചു എന്ന് ആരോപിതനായതിന്റെ പേരിൽ കൊല ചെയ്യപ്പെട്ടതാണ് ഇന്ത്യയിലെ ഇന്നത്തെ ചരിത്രം. അവിടെ നമ്മൾ ആലോചിക്കേണ്ടത് യഥാർത്ഥത്തിൽ ഇതിന്റെ എല്ലാം പിന്നിൽ ഈ ബഹുസ്വരതയുടെ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാൻ കഴിയുന്ന മതകാഴ്ചപ്പാടിനപ്പുറത്ത് ഈ മതത്തെ തങ്ങളുടെ ഇംഗിതങ്ങൾക്ക് വേണ്ടി വിലപേശാൻ ആവശ്യമാകുന്ന വിധം ഉപയോഗിക്കുന്ന രാഷ്ട്രീയക്കാരന്റെ കുബുദ്ധിയാണ് ഇതിന്റെ പിന്നിലുള്ളത്. അവനുണ്ടാക്കിയ തെറ്റിദ്ധാരണകളാണ്, അവനുണ്ടാക്കിയ വിപ്രമജനകമായ പ്രചാരങ്ങളാണ്, അതുണ്ടാക്കിയെടുത്ത കലാപങ്ങളാണ് ഇന്ത്യ എന്നല്ല ലോകമെമ്പാടും നാം കാണുന്നത്. എവിടെയാ മതം? ഐസിലെന്താ മതമുള്ളത്? മുതലക്കുളം മൈതാനത്ത് മുതലയില്ലാത്തതുപോലെ ഐസിൽ ഇസ്ലാമുമില്ല, സ്റ്റേറ്റുമില്ല, രണ്ടുമില്ല. അതിൽ എങ്ങനെയാണ് ഇസ്ലാം ഉണ്ടാവുക? വഹാബിസത്താൽ പ്രചോദിതമായ ഐസ് ഏറ്റവും ആദ്യം ചെയ്തത് ഇമാം നവവിയെ പോലെയുള്ള മഹാരഥന്മാരുടെ മഖ്ബറകൾ തച്ചു തകർക്കലാണ്. ഒരു ഏതെങ്കിലും തരത്തിലുള്ള മതവിശ്വാസത്തിന്റെ ആത്മബോധം നിലനിൽക്കുന്ന ഒരു മുസ്ലിമിന് ചെയ്യാൻ കഴിയാത്തത് ചെയ്തു വെക്കുന്നവൻ എങ്ങനെയാണ് ഇസ്ലാമിക തീവ്രവാദി എന്ന് പോലും വിളിക്കുക? അപ്പൊ യഥാർത്ഥത്തിൽ അതിൽ മറ്റൊരു പൊളിറ്റിക്സ് ഉണ്ട്, രാഷ്ട്രീയമുണ്ട്. രാഷ്ട്രീയം തെറ്റുധാരണകളെ നിലനിർത്തിയപ്പോഴാണ് ഇന്ത്യ പോലും പകുത്തപ്പെട്ടത്. അതുകൊണ്ടാണ് 1942 കൺപൂർ ലഹളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു കമ്മീഷൻ നിശ്ചയിച്ചു. ആ കമ്മീഷൻ ഇങ്ങനെ തന്നെ കൃത്യമായി പറഞ്ഞു വച്ചു, വി കൺസിഡർ therefore an attempt to remove the historical misconception is the first and the most indispensable step in the solution of Hindu-Muslim problem. ഇന്ത്യയിലെ മുസ്ലിം ഹിന്ദു പ്രശ്നം പരിഹരിക്കണോ, ഏറ്റവും ആദ്യം ചെയ്യേണ്ട തെറ്റുധാരണ മാറ്റലാണ്, അടുക്കലാണ്, അകലരല്ല. അടുക്കുമ്പോഴാണ് പരസ്പരം അറിയാനും പരസ്പരം സ്നേഹിക്കാനും അകലം കുറക്കാനും സാധ്യമാകുന്നത്. ആ അടുപ്പമാണ് പ്രധാനം. കേരളത്തിൽ എന്തുകൊണ്ടാണ് ഈ അർത്ഥത്തിലുള്ള വല്ലാത്ത രൗദ്രതകളില്ലാതെ പോയതിന്റെ കാരണം? ഒന്ന്, മുസ്ലിങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചവരാണ്. മറ്റൊന്ന്, കേരളത്തിന്റെ സാമൂഹിക പരിഷ്കരണ രംഗത്ത് കടന്നു വന്നവരെല്ലാം മതത്തെ ആത്യന്തികമായും ആത്മീകമായും പഠിക്കുകയും അത് മതേതരപരമായി അവതരിപ്പിക്കുകയും ചെയ്തവരാണ്. നാരായണഗുരു എത്ര വലിയ സംസ്കൃത പണ്ഡിതനാണ് നാരായണഗുരു. പക്ഷെ നാരായണഗുരു ജാതിയുടെയും മതത്തിന്റെയും പേരിലെ തമ്മിലടിയെ ഏറ്റവും ആദ്യം എതിർത്തു. മനുഷ്യാണ മനുഷ്യത്വം ഹി ജാതി യഥാ ഗോത്വം ഗവാം തഥ എന്ന് പറഞ്ഞത് നാരായണഗുരുവാണ്. ഗോവിന്, അതായത് പശുവിന് പശുത്വം എന്ന് പറയുന്നത് പോലെയാണ് മനുഷ്യന് മനുഷ്യത്വം. മനുഷ്യർക്കിടയിലുള്ള ഈ വിവേചനം അവസാനിപ്പിക്കപ്പെടണമെന്ന് പറയുക മാത്രമല്ല, ശങ്കരൻ പറഞ്ഞ ജാതി വ്യവസ്ഥിതിയെക്കുറിച്ചുള്ള ന്യായീകരണത്തെ പോലും തിരസ്കരിച്ച ആളാണ് നാരായണഗുരു. കേരളം ഏറ്റവും വലിയ അനുഗ്രഹത്തിന് പാത്രീഭൂതമാകാൻ പ്രധാനപ്പെട്ട കാരണം കേരളത്തിന്റെ ഇന്നലകളുടെ സാമൂഹിക പരിഷ്കരണ കാര്യത്തിൽ മതം ഉപയോഗിക്കുകയും ധർമ്മം നിലനിർത്തുകയും ചെയ്ത സാമൂഹിക പരിഷ്കർത്താക്കൾ ജീവിച്ചുപോയി എന്നതാണ്. അതിൽ പാരമ്പര്യമുള്ള മതത്തിന്റെ വക്താക്കളായി മുസ്ലിം നേതൃത്വം ഇന്നലകളിൽ അതിന്റെ ധന്യതയോടെ നിലനിന്നു എന്നതും കൂടിയാണ്. ട്രഡീഷണൽ ഇസ്ലാമിനെ കുറിച്ച് ഇവിടെ ചർച്ച ചെയ്തല്ലോ. ഇന്ന് ലോകം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നതും ട്രഡീഷണൽ ഇസ്ലാമാണ്.
ലോകത്ത് അമേരിക്കയിൽ സയ്യിദ് ഹുസൈൻ നസ്ർ പോലെയുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാർ ട്രഡീഷണൽ ഇസ്ലാമിനെ കുറിച്ച് പറയുന്നു. വഹാബിസത്തെയും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള പുതിയ മൂവ്മെന്റുകളെയും കുറിച്ച് അവർ അതിനെല്ലാം തീവ്ര നിലപാടുകളുടെ വക്താക്കളെന്ന് പറഞ്ഞു നിർത്തുമ്പോൾ സൂഫി ട്രഡീഷന്റെയും ഒക്കെ ഭാഗമായി വന്ന ട്രഡീഷണൽ ഇസ്ലാമിന്റെ മൗലിക സത്തയെ നിലനിർത്തുന്നു എന്ന് പറയുകയാണ്. അത് ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ടതാണ് അമേരിക്കയിൽ. സയ്യിദ് ഹുസൈൻ നസ്റിന്റെ ഈ ഒരു ചിന്ത, അദ്ദേഹത്തിന്റെ ഈ തിസീസ് നോക്കൂ നിങ്ങൾ. ആ ട്രഡീഷണലിസമാണ് കേരളത്തിൽ ഏറ്റവും മനോഹരമായി നാം നടപ്പിലാക്കിയത്. ആ ട്രഡീഷണലിസം അതിന് രാഷ്ട്രീയമുണ്ടായിരുന്നു. ആ രാഷ്ട്രീയം മണ്ണിനെ സ്നേഹിച്ച രാഷ്ട്രീയം, അധിനിവേശ വിരുദ്ധ രാഷ്ട്രീയം. ഏതാണത്? മഹാനായ ഖാലി മുഹമ്മദിന് ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് കോഴിയുടെ മുള്ളോട് കൂകന്നു ചെന്നാരെ കൂശാതെ കൂകി പറപ്പിച്ചു വിട്ടോവർ എന്ന് പാട്ടുപാടാൻ കഴിഞ്ഞതുപോലെ, അതായത് ഏറ്റവും വലിയ മുരാച്ചിത്തമെന്ന് ചിലർ പറയുന്ന ഖുറാഫിയത്ത് എഴുതാൻ കഴിയുമ്പോഴും മഹാനായ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളെ കുറിച്ച് പറയുമ്പോഴും ഈ ഖാലി മുഹമ്മദ് അധിനിവേശ വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ അപ്പോസ്തലനായി നിൽക്കുന്നു. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ ഇർതകബതു അലൽ ഖത്താ ഗൈറ ഹസ്രിൻ വഅദദ് എന്ന് പാടുമ്പോഴും തുഹ്ഫത്തുൽ മുജാഹിദിലൂടെ അധിനിവേശ വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ അപ്പോസ്തലനായി നിൽക്കുന്നു. ഈ രാഷ്ട്രീയവും ഈ മതചിന്തയുമാണ് മഹാനായ മമ്പുറം തങ്ങളിലൂടെ, ഫസൽ പൂക്കോയ തങ്ങളിലൂടെ, പാണക്കാട് സയ്യിദ് ഹുസൈൻ ആറ്റക്കോയ തങ്ങളിലൂടെ കേരള മുസ്ലിം സമൂഹത്തിന്റെ ഐശ്വര്യവും അതിന്റെ ഹരിതാപവുമായ തുടർച്ചയായി പിന്നെ നാം കാണുന്നത്. അവിടെ സമസ്തയും അവിടെ അതുപോലെ തന്നെ അതിന്റെ ധന്യമായ നേതൃത്വവും നിലനിൽക്കുന്നത് ഈ സാമൂഹിക ജീവിതത്തിന് ഒത്തിരുന്നുകൊണ്ടാണ്. ഇതാണ് കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ പാരമ്പര്യം. ഈ പാരമ്പര്യം ഒരിക്കലും അസഹിഷ്ണുത പരത്തിയില്ല. എന്നാലോ നാം നമ്മുടെ സ്വത്വം നിലനിർത്തി. സ്വത്വത്തിന്റെ കാര്യത്തിൽ ഒരു തരത്തിലുള്ള രാജ്യമാകേണ്ട ഒരാവശ്യവും നമുക്കുണ്ടായുമില്ല. കാരണം നാം സ്വത്വം നിലനിർത്തേണ്ടവരാണ്. അടുത്തയിടെ കുറെ വിളക്ക് കത്തിക്കലുമായി ബന്ധപ്പെട്ട ചർച്ച വന്നല്ലോ. എന്താ യഥാർത്ഥത്തിൽ വിശ്വാസി അവന്റെ വിശ്വാസം നിലനിർത്തുന്നതിൽ ഇന്ത്യ നൽകുന്നൊരു സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം ഒരിക്കലും ആരും കൈവെക്കേണ്ടതല്ല. ഇന്ത്യയുടെ ഭരണഘടനയാണ് നാം ഉയർത്തിപ്പിടിക്കേണ്ടത്. ആസ് ആൻ ഇന്ത്യൻ എന്ന നിലയിൽ ആദ്യം ചെയ്യേണ്ടത് നാം ഇന്ത്യയുടെ ഭരണഘടനയെ നിലനിർത്തലാണ്. എന്താ ഇന്ത്യയുടെ ഭരണഘടന? ഇന്ത്യയുടെ ഭരണഘടന പറഞ്ഞു തരുന്നത് പ്രകാരം എല്ലാവർക്കും അവരവരുടെ വിശ്വാസത്തെയും ആചാരത്തെയും അനുഷ്ഠാനത്തെയും നിലനിർത്താം. എത്രത്തോളം? 1984 ഞാൻ അവസാനിപ്പിക്കാൻ, 1984 ഇമ്മാനുവൽ വേഴ്സസ് ഗവൺമെന്റ് ഓഫ് കേരള എന്ന പേരിൽ ഒരു കേസ് ഇന്ത്യയുടെ സുപ്രീം കോടതിയിൽ വന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം മറ്റൊന്നുമായിരുന്നില്ല. കേരളത്തിലെ ഒരു സ്കൂളിൽ ദേശീയ ഗാനം ചെല്ലാൻ യഹോവ വിറ്റ്നസസ്, അതായത് യഹോവ സാക്ഷികളായ വിദ്യാർത്ഥികൾ സമ്മതം കാട്ടിയില്ല. അവരെഴുന്നേറ്റ് നിന്നു, പക്ഷേ അത് ചെല്ലൂല എന്ന് പറഞ്ഞു. സ്കൂൾ അധികൃതർ അവരെ പുറത്താക്കി. ഗവൺമെന്റ് അവരുടെ കൂടെ കൂടി. അവസാനം ഹൈക്കോടതിയും ഏതാണ്ട് അവരെ ആ രീതിയിൽ സമീപിച്ചു. സുപ്രീം കോടതിയുടെ മുമ്പിലെത്തി. സുപ്രീം കോടതി അത് വിശകലനം ചെയ്തിട്ട് പറഞ്ഞു, ഈ കുട്ടികൾക്ക് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന് പറയുന്ന ആർട്ടിക്കിൾ 19 അവർക്ക് പ്രധാനമാണ്. അതോടൊപ്പം തന്നെ അവരുടെ മതവിശ്വാസ ആചാരം എന്ന് പറയുന്ന അവരുടെ മൗലികാവകാശമാകുന്ന ആർട്ടിക്കിൾ 25 അവർക്ക് പ്രധാനമാണ്. ഈ ആർട്ടിക്കിൾ 19 പ്രധാനപ്പെട്ട അത് പറയുന്ന പ്രകാരമുള്ള ഫ്രീഡം ഓഫ് എക്സ്പ്രഷന്റെ ഭാഗമാണ് ഫ്രീഡം ഓഫ് സൈലൻസ്, നിശബ്ദമാകാനുള്ള സ്വാതന്ത്ര്യം. അതുകൊണ്ട് ഈ കുട്ടികൾക്ക് ദേശീയ ഗാനം ചൊല്ലാതെ നിശബ്ദമായി നിൽക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞു ഇന്ത്യയുടെ സുപ്രീം കോടതി. എന്നിട്ട് സുപ്രീം കോടതി പറഞ്ഞു, ഇവരെ അഡ്മിറ്റ് ചെയ്യണം, ഇവർക്ക് ആവശ്യമാകുന്ന ട്യൂഷൻ കൊടുക്കണം, ഇവർക്ക് നഷ്ടപ്പെട്ടത് കൊടുക്കണം. എന്നിട്ട് സുപ്രീം കോടതി അവസാനം പറയാണ്, വി വിഷ് ടു ആഡ്, ഞങ്ങൾക്ക് ചേർക്കാൻ ആഗ്രഹിക്കുന്നത് അവർ ട്രഡീഷൻ ഈസ് ഹാർമോണിയസ്, അവർ ഹിസ്റ്ററി ഈസ് ഹാർമോണിയസ്, അവർ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രാക്ടീസസ് ഹാർമോണി. നമ്മുടെ ചരിത്രം, നമ്മുടെ പാരമ്പര്യം, നമ്മുടെ ഭരണഘടന പറഞ്ഞു തരുന്നതും ഹാർമണിയാണ്. ഈ ഹാർമണി നിലനിൽക്കണം, ഈ സഹിഷ്ണുത നിലനിൽക്കണം എന്നതാണ് ഇന്ത്യയുടെ പാരമ്പര്യത്തിലൂടെ നാം പഠിക്കുന്നത്. ഇസ്ലാം ചരിത്രത്തിലെമ്പാടും കാണിച്ചിട്ടുള്ളത് ഒന്ന് സഹിഷ്ണുതയാണ്, മറ്റൊന്ന് നീതിബോധമാണ്. ആ നീതി നിലനിന്നാൽ മതി. എല്ലായി നീതിയാണ് പ്രധാനം. യുദ്ധങ്ങളുടെ ഏതെങ്കിലും ഒരു അടരെടുത്ത് ഇസ്ലാമിനെ വിമർശിക്കുന്നവരാലോചിക്കണം. ലോകത്തെ എല്ലാ ദർശനങ്ങളുടെയും സ്ഥാപനങ്ങളിലെല്ലാം യുദ്ധം ഉണ്ട്. മാർക്സിസത്തിന് യുദ്ധമില്ലേ? കമ്മ്യൂണിസം ഇവിടെ വന്നത് ഒരു മനുഷ്യനും കൊല്ലാതെ അല്ലല്ലോ. ഇവിടെ വന്നിട്ടുള്ള കമ്മ്യൂണിസത്തിന്റെ ചരിത്രത്തെയും പാരമ്പര്യത്തെയും അളന്നാൽ നമുക്കറിയാലോ. ഭഗവത്ഗീത തുടങ്ങുന്നത് യുദ്ധല്ലേ? ഗീത തുടങ്ങുമ്പോ ധൃതരാഷ്ട്രർ ഇങ്ങനെയാണ് ചോദിക്കുന്നത്, എന്തു തോന്നുന്നു മോനെ അവിടെ ഈ കൗരവന്മാരും പാണ്ഡവന്മാരും എങ്ങനെ നിൽക്കുന്നു എന്ന് ചോദിച്ചിട്ടാണ്. പിന്നെ അവസാനം അർജുനനാണ് തന്റെ രഥത്തിൽ
ഇരുന്നിട്ട് അവസാനം ശ്രീകൃഷ്ണനോട് പറയുന്നത് കഥം ഭീഷ്മമഹം സംഖ്യേ ദ്രോണം ച മധുസൂദന ഇഷുഭി പ്രതിയോത്സ്യാമി പൂജാർഹോ അരിസൂദന. ഞാൻ എങ്ങനെയാണ് ഭീഷ്മരോട് യുദ്ധം ചെയ്യാ, എങ്ങനെയാ ദ്രോണരോട് യുദ്ധം ചെയ്യാ? മൂപ്പരന്റെ ഉസ്താദും കൂടിയാണല്ലോ. ഉസ്താദുമാരോട് യുദ്ധം ചെയ്യാൻ പാടില്ല എന്ന് പണ്ടേ അർജുനൻ അറിയായിരുന്നു. കഥം ഭീഷ്മമഹം സംഖ്യേ ദ്രോണം ച മധുസൂദന ഇഷുഭി പ്രതിയോത്സ്യാമി. ഈ അമ്പ് കൊണ്ട് ഞാൻ എങ്ങനെയാണ് അവരോട് യുദ്ധം ചെയ്യുക? അങ്ങനെ പറഞ്ഞ് തളർന്നിരുന്നപ്പോഴാണ് ക്ലബ്യം മസ്മഗമപാർത്ഥ നേതത്വയുപപദ്യതേ, ഈ മനോവേഷമൊക്കെ മാറ്റിവെച്ച് യുദ്ധം ചെയ്യൂ എന്ന് പറയുന്നത് ശ്രീകൃഷ്ണൻ. അപ്പോ ഇതിനെ അങ്ങനെ എടുത്തിട്ട് അത് തീർത്തും തീവ്രവാദമാണെന്ന് പറയാനാവോ? ഇല്ല, അത് അതിന്റെ വ്യാഖ്യാനങ്ങൾ കൊടുക്കപ്പെടേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് പരിശുദ്ധ ഖുർആനിലെ ഇത്തരം പരാമർശങ്ങൾ എടുത്ത് അത് പൂർണ്ണമായും തീവ്രവാദാത്മകമാണ് എന്ന് പറയാനാവോ? ഇല്ല, കാരണം അതിന്റെ ട്രഡീഷണൽ വ്യാഖ്യാനങ്ങളിലേക്ക് പോകണം. ട്രഡീഷണൽ വ്യാഖ്യാനങ്ങളിലേക്ക് പോകുമ്പോഴാണ് മതം അതിന്റെ ആത്യന്തികമായ നന്മയെ കാണിച്ചു തരുന്നത്. ആ ട്രഡീഷണൽ വ്യാഖ്യാനത്തിന്റെ കൂടെ നിൽക്കലാണ് നമുക്ക് ഏറ്റവും പ്രധാനവും അഭികാമ്യവും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. നമ്മുടെ പാനൽ ഡിസ്കഷൻ തുടരുകയാണ്. പാനൽ മെമ്പേഴ്സിനെ പ്രത്യേകം ക്ഷണിക്കുന്നില്ല. ഇടപെടാനുള്ള താല്പര്യമനുസരിച്ച് ഓരോരുത്തർക്കും അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താവുന്നതാണ്. നമ്മുടെ സമയത്തിന്റെ പരിമിതി എല്ലാവരും മാനിക്കണമെന്ന് ഉണർത്തുന്നു. സഞ്ചാര ഇസ്ലാമിക ചരിത്രത്തിലല്ല, മാർക്കോ പോളോ അന്ന് അത് കണ്ടിട്ടുണ്ട് നമ്മുടെ പാരമ്പര്യത്തിൽ. പിന്നെ
എന്തുകൊണ്ടാണ് നമ്മുടെ നാടിനകത്ത് ഇത്രമാത്രം വിഭാഗീയത? നമ്മൾ വിശാലമായി സംസാരിക്കുമ്പോഴും അടിസ്ഥാനപരമായ പ്രശ്നങ്ങളിലെത്തുമ്പോൾ നമ്മൾ എന്തിനു സങ്കുചിതരായി പോകുന്നു? ആ സങ്കുചിതത്വം നമ്മൾ അവസാനിപ്പിക്കുകയും ബഹുസ്വരത എന്ന് പറയുന്നത് സഹിഷ്ണുതയാണെന്ന് കൂടി തിരിച്ചറിയുകയും ആ സഹിഷ്ണുതയെ, ഇസ്ലാമിന്റെ സഹിഷ്ണുതയെ നിരാകരിച്ച് പൊതുസമൂഹത്തിനകത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ആളുകളെ യഥാർത്ഥ രീതിയിൽ ചോദ്യം ചെയ്യുകയും ചെയ്യേണ്ടതില്ലേ? IS-നെതിരെ പോസ്റ്റർ ഒട്ടിക്കുന്നവർ എന്തുകൊണ്ട് നമ്മുടെ നാടിനകത്തെ ഇസ്ലാമിക ഭീകര സംഘടനകളെ ശരിയായ രീതിയിൽ ചോദ്യം ചെയ്യുന്നില്ല? അതുകൂടി നമ്മൾ ചെയ്യേണ്ടതല്ലേ? നന്ദി. ബഹുസ്വരത പുരുഷന് മാത്രമല്ല, ഇസ്ലാം അങ്ങനെ ആരെയും മാറ്റി നിർത്തിയിട്ടില്ല. ഈ ഇസ്ലാം സ്ത്രീയുടെ സ്വത്വത്തെയും കൂടി അംഗീകരിച്ചുകൊണ്ടാണ് തുടങ്ങിയത്. അതുകൊണ്ടാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ സ്വഹാബി, മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അഫലാ തദ്ഉ ലനാ യാ റസൂലല്ലാഹ് അഫലാ തസ്തൻസുറു ലനാ യാ റസൂലല്ലാഹ് എന്ന്. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ പുണ്യനബി മറുപടി പറയുന്നത്, അള്ളാഹുവിന്റെ വിശുദ്ധ ദീനിന്റെ മാർഗത്തിൽ വന്നിട്ടുള്ള പ്രവാചകന്മാരും അവരുടെ അനുയായികളും കഠിന പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഖബ്ബാബ് ഇബ്നു അറത്ത് റളിയല്ലാഹു അൻഹു ആണ് ഈ സ്വഹാബി. വരും കാലത്ത് അള്ളാഹു ഈ വിശുദ്ധ ദീൻ പൂർത്തീകരിക്കുമ്പോൾ അങ്ങ് മണൽക്കാടുകളിൽ നിന്നൊരു സ്ത്രീക്ക് ഏകാന്തപതികയായി വന്ന് ഈ പരിശുദ്ധ ഭൂമിയിൽ വന്ന് ഈ കഅബത്തു ഷരീഫയെ തവാഫ് ചെയ്യാൻ സാധ്യമാകുന്ന ഒരു കാലം, ഒരു സമാധാനകാലം വരും എന്നാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ എപ്പോഴും ജൈവശാസ്ത്രപരമായ ചില വ്യത്യസ്തതകൾ എന്ന യാഥാർത്ഥ്യത്തെ ഇസ്ലാം അംഗീകരിക്കുന്നു. കാരണം ഇസ്ലാം പ്രകൃതിയെ അറിഞ്ഞ മതമാണ്. ജൈവശാസ്ത്രപരമായി അങ്ങനെ ഒന്നില്ലെന്ന് പറയാൻ ജൈവശാസ്ത്രപരമായ അന്വേഷണങ്ങൾ കൃത്യമായി നടത്തുന്ന ആർക്കും സാധ്യമല്ല. സ്ത്രീക്കും പുരുഷനും എന്നല്ല, ലോകത്തെപ്പോഴും ഉണ്ടാകുന്ന ഈ അസന്തുലിതാവസ്ഥ എന്ന് പറയുന്നത് പോലും ഒരു യാഥാർത്ഥ്യമാണ്. ബഹുസ്വരത യാഥാർത്ഥ്യമാകുന്നത് പോലെ ആ അസന്തുലിതാവസ്ഥയും യാഥാർത്ഥ്യമാണ്. സ്ത്രീ പുരുഷൻ എന്ന രണ്ട് ഇടങ്ങളുടെ ധർമ്മ നിർവഹണത്തിന് ആവശ്യമാകുന്ന വഴിയാണ് ഇസ്ലാം നിശ്ചയിച്ചു കൊടുക്കുന്നത്. പുരുഷനെയും സ്ത്രീയെയും സമൂഹ ജീവിതത്തിന്റെ രണ്ട് പാരസ്പര്യങ്ങളാക്കി കാണുമ്പോഴും രണ്ടുപേരും ഇടപെടേണ്ട ഇടങ്ങൾ നിശ്ചയിക്കപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടെന്നാൽ അത് സമൂഹത്തിന്റെ സക്രിയമായ നിലനിൽപ്പിന് ആവശ്യമാണ്. ഒരു നല്ല അമ്മ ഇല്ലാതെ പോയാൽ സമൂഹം എപ്പോഴും താളം തെറ്റും. അമേരിക്കയിൽ 2002 എന്റെ ഓർമ്മ, ട്രെഞ്ച് കോട്ട് മാഫിയ എന്ന പേരിൽ ഒരു പറ്റം വിദ്യാർത്ഥികൾ അവരുടെ അധ്യാപകരെയും സഹപാഠികളെയും വെടിവെച്ചു കൊന്നു. അന്ന് അമേരിക്ക അത് വലിയ ചർച്ച ചെയ്തു. പിന്നീട് ദി ഹിന്ദു പത്രത്തിൽ ഞാൻ കണ്ടത് ഇങ്ങനെയാണ്, they can't cry by tears but they can cry by bullets എന്ന്. അവർക്ക് കണ്ണുനീര് കൊണ്ട് കരയാനാവില്ല, അവർ ബുള്ളറ്റുകൾ കൊണ്ട് കരയും എന്നാണ്. അതിൽ അദ്ദേഹം, ആ പ്രഗത്ഭനായ സൈക്കോളജിസ്റ്റ് എഴുതിയത്, അമേരിക്കയിൽ സ്നേഹസമ്പന്നയായ അമ്മ നഷ്ടപ്പെട്ടു എന്നായിരുന്നു. സമൂഹത്തിലേക്ക് തുറന്ന് ഇറങ്ങി വന്ന പെണ്ണ് പലപ്പോഴും ഉണ്ടാക്കിയ പ്രശ്നങ്ങളുടെ ഒരു വലിയ യാഥാർത്ഥ്യത്തെയാണ് അദ്ദേഹം, ഈ പ്രഗത്ഭനായ സൈക്കോളജിസ്റ്റ് എഴുതി വെച്ചത്. അതുകൊണ്ട് ചില ഇടങ്ങൾ അള്ളാഹു നിശ്ചയിച്ചു തരുന്നു എന്നതിനപ്പുറം സ്ത്രീയുടെ സ്വത്വത്തെ അപമാനിക്കുന്ന ഒന്നും ഒരിക്കലും ഇസ്ലാം ചെയ്തിട്ടില്ല. ഞാനത് അവസാനിപ്പിക്കുന്നു. മറ്റൊന്ന്, NDF-നെ ഞങ്ങൾ പേടിച്ചിട്ടേയില്ല. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. കാരണം NDF അത് പരോക്ഷാർത്ഥത്തിൽ കേരളത്തിൽ തുടങ്ങിയ കാലത്ത് ഏറ്റവും ആദ്യം അത് പറഞ്ഞത് സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷനാണ്. അതായത് ജില്ലകൾ തോറും പല പേരിട്ട് രംഗപ്രവേശം ചെയ്തു തുടങ്ങിയ കാലത്ത് തന്നെ NDF എന്താണെന്ന് സമൂഹത്തിന്റെ മുഖ്യധാര നേതാക്കളെ അറിയിക്കാൻ ശക്തമായി നിന്നത് സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷനാണ്. ഒരു കാലത്ത് മുസ്ലിം ഏകോപനം എന്ന പേരിൽ വന്നപ്പോഴും അവനെ സ്റ്റേജിൽ കയറ്റരുതെന്ന് പറയാനുള്ള തന്റെ ഇടം, മുസ്ലിം നേതൃത്വത്തോട് പറയാനുള്ള തന്റെ ഇടം കാണിച്ചത് സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷനാണ്. ഇന്ന് ഐസിന് എതിർക്കപ്പെടുന്നത് വർത്തമാനകാല സംഭവങ്ങളുടെ യാഥാർത്ഥ്യത്തിനെ മുന്നിൽ നിർത്തിയാണ്. ഐസ് ഇങ്ങോട്ട് വരൂലെന്ന് എന്താ കാര്യം? ഐസ് ഇങ്ങോട്ട് വരും. ഐസ് ഇങ്ങോട്ട് വരാൻ ഐസ്
മധ്യേഷ്യൻ ഭൂവിഭാഗങ്ങളിൽ മാത്രം നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമല്ല. ഐസ് കേരളത്തിലും വന്നേക്കാം. പക്ഷേ ജീവൽ ഭയമില്ലാതെ ഐസിനെയും LDF-നെയും ഒക്കെ എതിർക്കാൻ കാരണം ആത്യന്തികമായി അതിന് ഇസ്ലാമിന്റെ മൗലിക സത്തയോട് കൂറുപുലർത്തുന്നില്ല എന്നതുകൊണ്ടാണ്. അത് ഇനിയും തുടരും. ഹമീദ് ഫൈസിയുടെ LDF എന്തുകൊണ്ട് എതിർക്കപ്പെടുന്നു എന്ന പുസ്തകം അന്ന് അടിക്കപ്പെട്ട കോപ്പി തീർന്നു എന്നതല്ലാതെ അത് ഏതെങ്കിലും വിപണിയിൽ നിന്ന് മാറ്റേണ്ട ഒരു ഗതികേടും സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ സംഭവിച്ചിട്ടില്ല. അത് കൂടുതൽ നന്നാക്കി ഇറക്കണമെന്ന് കഴിഞ്ഞ മാസവും കൂടി ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്തതാണ്. അതൊന്നുകൂടി വിപുലമാക്കി ഇന്നത്തെ സാമൂഹിക യാഥാർത്ഥ്യങ്ങളും കൂടി വച്ച് LDF കൂടുതൽ എതിർക്കപ്പെടേണ്ടതാണെന്നും പോപ്പുലർ ഫ്രണ്ടിന്റെ അതായത് രാഷ്ട്രീയ പ്രവേശത്തെ ശക്തമായി കാണേണ്ടതാണെന്നും SDPI ആ അർത്ഥത്തിൽ തന്നെ നിരാകരിക്കപ്പെടേണ്ടതാണെന്നും നമ്മുടെ മഹല്ലുകളെ പോലും അത് കവരുന്നുവെന്നുമൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്യുകയും അതിനുള്ള അജണ്ടകൾ നിശ്ചയിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബഹുമാന്യപ്പെട്ട SFI സുഹൃത്തിനോട് പറയാനുള്ളത്, ഒരിക്കലും ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല. മാത്രമല്ല, ചിലപ്പോഴൊക്കെ രാഷ്ട്രീയം അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇതിനെയൊക്കെ ഉപയോഗിച്ചപ്പോഴും ഏറ്റവും ശക്തമായി അതിനെതിരെ പറഞ്ഞതും സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷനാണ്. താങ്കൾക്ക് മനസ്സിലാകുമെങ്കിൽ ചിലപ്പോഴൊക്കെ തീവ്രവാദത്തെ പോലും രാഷ്ട്രീയം അവരവരുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചത് കേരളത്തിന്റെ സാമൂഹിക ജീവിതത്തിന്റെയും രാഷ്ട്രീയ വർത്തമാനത്തിന്റെയും കൂടെ നിൽക്കുന്നതാണ്. എന്തുകൊണ്ട് മഅദനി എന്ന് ചോദിച്ചേക്കരുത്. ഞങ്ങൾ മഅദനിയെയും എതിർത്തു. എന്തിനാ മഅദനി എതിർത്ത്? ഞങ്ങൾക്ക് രാഷ്ട്രീയം ഉണ്ടായിട്ടില്ല. പക്ഷേ മഅദനി തുടങ്ങി വെച്ചത് പലപ്പോഴും സാമൂഹിക കാലുഷ്യത്തിന് കാരണമാകും എന്ന യാഥാർത്ഥ്യം ഞങ്ങൾ ആദ്യം തിരിച്ചറിഞ്ഞു. അന്നാണ് 1990-കളിൽ തീവ്രവാദം തെറ്റും ശരിയും എന്ന ക്യാമ്പയിൻ പലവട്ടം നടത്തി. നാം ഒരു വട്ടം നടത്തിയിട്ട് തൃപ്തിയാകാതെ വന്നപ്പോ രണ്ടാം വട്ടം നടത്തി. എന്തിനാത്? അന്നത്തെ തീവ്രവാദ ചിന്തയെ കേരളത്തിലെ മുസ്ലിം ചെറുപ്പക്കാരന്റെ മനസ്സുകളെ വിക്ഷുബ്ധമാക്കാൻ സാധ്യമാകുന്ന പ്രഭാഷണങ്ങളിലൂടെ ഒരു ജനതയെ ആ അർത്ഥത്തിലേക്ക് കൊണ്ടുപോകുമോ എന്ന ഭയപ്പാട്, ഈ കാലം അത്രയും സമുദായം ഉണ്ടാക്കിയെടുത്ത പാരമ്പര്യത്തിന്റെ നന്മയുടെ സുഹൃതങ്ങൾ നഷ്ടപ്പെടുമോ എന്ന ഭയപ്പാട് നടത്തിയത് നമ്മളാണ്. പക്ഷെ മഅദനി പലരും പേറി നടന്നിരുന്നു എന്ന യാഥാർത്ഥ്യം അല്പം മനസ്സാക്ഷിത്വത്തോടുകൂടെ ആലോചിച്ചാൽ വളരെ